السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. قال الله عز وجل. من يريد الله به خيرا يصب منه أو كما قال شفيعنا رسول الله. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിൻ്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. തിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ,
ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. സിംഹാസനത്തിൻ ചുറ്റു നിന്നവരെല്ലാം പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. വഅലമു ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. എന്തോ ഡിസ്റ്റർബായിട്ടുണ്ട്. സൗണ്ട് കൊടുക്കും. ഏറ്റവും സ്നേഹാദരവും ബഹുമാനം നിറഞ്ഞ് വേദിയിലുള്ള ഈ ജമാഅത്തിലെ ഖതീബ് ഉസ്താദ് അബ്ദുൽ അസീസ് അസ്ഹരി ഉസ്താദ്, വേദിയിലുള്ള ജവാദ് ഇർഫാനി ഉസ്താദ്, ജമാഅത്തിലെ പ്രഗത്ഭരായ നേതാക്കളെ, സംസുൽ ഉലമ ഇസ്ലാമിക് സെൻറ്റർ ഇതിലെ കർമ്മധീരന്മാരായ പ്രവർത്തകന്മാരെ, എൻ്റെ പിരുസത്തെ സ്നേഹനിധികളായ SKSSFയുടെ പ്രവർത്തകന്മാരെ, ഈ ജമാഅത്തിലെ മുഅ്മിനുകളെ, പിരുസത്തെ സഹോദരിമാരെ, ഉമ്മമാരെ. എൻ്റെ സൗണ്ട് അങ്ങനെ അവിടെ പള്ളിയിലൊക്കെ പ്രസംഗിച്ച് എനിക്ക് അവിടെ ഞാൻ അവിടെ മൊണ്ടപദവിൽ ആ സെറ്റിംഗ് ആക്കി വീഴും. ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇത് ബേസ് കൊടുത്ത ഇത് ഇല്ല സൗണ്ട് അടിക്കരുത്. പള്ളിയിലൊക്കെ പ്രസംഗിച്ച് കാണിക്കുക അവിടെ ഇത്ര ബോക്സ് ഉണ്ട്. സൗണ്ട് അടിക്കരുത്. തീരെ ബോക്സ് ഇല്ലാണ് പ്രസംഗിച്ച് കാണിക്കാൻ. ആറായിരം വേർഡ്സ് ഉണ്ട്. മാഷാ അല്ലാ. ഞങ്ങൾ ചങ്ങായിമാരോടില്ല, ഇംതിയാസ് വലിയ ആത്മീയ ചങ്ങായിമാർ, ചെറിയതിലെ ഞങ്ങൾ പരിചയസ്ഥർ. വയത് വന്നിട്ട് നെത്തിലെ പദോ വയത് വന്നിട്ട് പരിചയതല്ല. നിങ്ങളരായത്തെ ഇംതിയാസ്, അതുപോലെ ലത്തീഫ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങ് ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാവിധ അപകട മുസീബത്തിൽ നിന്നിട്ട് അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. സുമാർ ആൾമാർ ദുറക്കൊണ്ട് വസിയത്താക്കി. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ വേദി മർഹൂം ഇബ്രാഹിയാക്കർ പേരിലുള്ള വേദി, ബഹുമാനപ്പെട്ട ആണക്കൽ ബാത്തിഷ തങ്ങളുടെ ചൊന്തു ഇബ്രാഹിയാക്കരെ ആവേശവും അവർ ആത്മീയമായ ചൈതന്യവും അള്ളാഹുടെ ദീനക്ക് വേണ്ടിയിട്ട് ഉള്ള കലിയത്തെ ആ ഒരു ഉത്സാഹം 70 വർഷം കഴിഞ്ഞിട്ടും SKSSFക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് മാത്രമല്ല, വിഖായ ചൊല്ലകൻകത്തെ വലിയ മഹത്തായ ആ ഒരു പ്രസ്ഥാനത്തെ ഒരു മെമ്പറാവണം, മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടുണ്ട്. വിഖായ ചൊല്ലതിന് അർത്ഥമേ കാവൽപ്പെടുക, ഏതൊരു ആഫത്ത്, ഒരു ദുരന്ത, ഒരു പ്രയാസം വരുമ്പോഴത്തേക്കും റബ്ബ് സന്നദ്ധമായിട്ട് അവിടേക്ക് വേണ്ട കനിക്കത്തെ വ്യവസ്ഥയും പരിഹാരവും ശാരീരികമായിട്ടും പല നിലക്കും ആക്കണ തയ്യാറാവിടെ കനിക്കത്തെ ഒരു സിസ്റ്റർ, ഒരു സിപ്പായി, വലിയ ഒരു പട ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് സമർപ്പിച്ച കനിക്കത്തെ ഒരു വിഭാഗമായിട്ട് വിഖായ. അപ്പോൾ അതൊക്കെ മെമ്പർഷിപ്പ് എടുക്കണേ, അതിൽ പ്രവർത്തിക്കണേ, നല്ല ചോര പഴക്കട്ടെ കനിക്കത്തെ ബാളകാർമാർ. ആ വിഖായത്തെ മെമ്പർഷിപ്പ് 10-70 വർഷം ആയ ഒരാൾ എടുക്കരെ ചൊല്ലുമ്പോഴത്തേക്ക് മനസ്സിലാക്കാം ആ ആളുകൾ ഈ പ്രസ്ഥാനത്തൊട്ടുകൊണ്ട് കനിക്കത്തെ ഒരു ആവേശവും പിരിസപ്പാട്. അള്ളാഹു അത് കബൂലാക്കട്ടെ. അള്ളാഹു അതിനെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അയാളുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നിട്ട് ഖബറിന്റെ ഏകാന്തതയിൽ, ഖബറിന്റെ ചിമ്മൽ അള്ളാഹു അയാൾക്ക് വിളിച്ചു കൊടുക്കട്ടെ. അയാളുടെ കുടുംബത്തിൽ അള്ളാഹു സബുറ് കൊടുക്കും. സൗണ്ട് കൊടുത്തില്ലെങ്കിലും ചെറിയ സൗണ്ടിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആക്കുക. ഇതെങ്ങനെ അവിടെ കൊന്നില്ല. പള്ളിയിലുള്ള ഞങ്ങൾ പ്രസംഗിച്ച് എനിക്ക് അവിടെ
അകത്തേക്ക് പോകണ്ട സൗണ്ട് ചെറിയ ഇതാക്കി തെല്ല ഷാർപ്പാക്കോ ബേസ് കട്ടാക്കിയെങ്കോ കട്ടാക്കണ്ട തെല്ല ഈട്ടിൽ ബേസ് കൊടുക്കും ഡിലേ തെല്ല് ലോങ് ആക്കോ 3 സ്റ്റെപ്പിൽ വേക്കോ അമ്മിങ്കാവല്ല ನಂಗೆ ತಿರ್ಕೋದಿಲ್ಲ ಮಾತ್ರ ಚೊಲ್ಲೋದಿಲ್ಲ ಆಪರೇಟ್ ಹಂಗೆ ಹಾಕಿದ್ದು ನಂಗೆ ಚೊಲ್ಲೋದಿಲ್ಲ ಹಾಕೋದು കാരണം കുറേ വർഷം ഇತ್ತು മൈക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു വർഷത്തേക്ക് ഒരു ഏകദേശം ഒരു 10-50 സദസ്സ് വഴുതുക പോകുന്നു അങ്ങനെ 10 വർഷമായിട്ട് വഴുതുക പോകാൻ തുടങ്ങി അല്ലാഹു ആഫിയത്ത് തരട്ടെ ഓപ്പറേറ്റർമാർ അങ്ങനെ സഹകാരാക്കിയെങ്കിൽ പിന്നെ ഒരു 10-20 വർഷം വഴുത് ചൊല്ല അല്ലെങ്കിൽ ഒരു 4 വർഷം മുമ്പത്തേക്ക് പിന്നെ ചുക്കുടെ കസയെ കുടിച്ചിട്ട് പല്ലിൽ കൊണത്തരി കാരണം ഈ മൈക്കാശുകളുടെ മൈക്കുണ്ടല്ലേ മനുഷ്യക്ക് ആവശ്യത്തിന് മാത്രമേ ഉപയോഗാക്കാം ഇലക്ട്രോണിക് സാമാൻ ഏതും അങ്ങനെ പ്രത്യേകിച്ചിട്ട് മൈക്കാശുള്ളതുണ്ടല്ലോ അത് വലിയ ഒരു അപായ പക്ഷെ നിങ്ങൾക്ക് നിവൃത്തിയില്ല അത് യൂസ് ആക്കില്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട സമസ്തത്തെ പണ്ഡിതന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്തിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ ആമീൻ നിന്റെ പിരിസത്തെ മുഅ്മിനുകളെ മജ്ലിസുന്നൂറിലെ വാർഷികവും ഒരു നാളത്തെ വഅദ് കാര്യക്രമ മാഷാ അല്ലാഹ് ചെറിയ ഒരു മഹല്ലായെങ്കും നബന്ന സാത്തുക എൻ്റെ പിരിസത്തെ ചങ്ങായി ലത്തീഫാക്കരൊട്ടിക്കെന്നാ കേട്ട ലത്തീഫാക്ക എത്ര അവണ്ട് ഈ മഹല്ലിൽ അത് കേൾക്കൊണ്ടുള്ള കാരണം ഈ സദസ്സ് ഫുള്ള് നിറഞ്ഞിട്ട് ചൊമ്മ ആൾമാരെ കാണുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു 10-150 അവരെല്ലാം ഉണ്ട് കാണുന്നുണ്ട് ലത്തീഫാക്ക് ചൊന്ത ഇല്ല ഉസ്താദ് ഒരു 60 മുട്ടല്ലേ അത്തരാവുള്ളേ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് 60 ഔത്തെ ആൾമാരെ കൊണ്ട് ഈ സദസ്സ് നിറയണമെങ്കിൽ ഔത്തെ എല്ലാ ആൾമാരും ചിലപ്പോൾ വന്നിട്ടിക്കുവാറുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് പൈച്ചയ്ക്കും എല്ലാം പോയമ എന്താ ഏതായാലും വന്ന ടൈമിൽ മജ്ലിസുന്നൂറിലെ ആ ഒരു സദസ്സ് ഈ സദസ്സ് നിറഞ്ഞത് കാണുമ്പോൾ വലിയ സന്തോഷമായിട്ട് അള്ളാഹു ഈ റായത്ത് അള്ളാഹു ഐശ്വര്യത്തെ വലിയ സമ്പത്തിൽ അള്ളാഹു തരട്ടെ എല്ലാവിധ ആഫത്ത് മുസീബത്തിൽ നിന്നിട്ട് അള്ളാഹു കാത്ത് സലാമത്താക്കും നിന്റെ പിരിസത്തെ മുഅ്മിനീങ്ങളെ ചൊമ്മ നേരം ദുആലാക്കിയിട്ട് ഒരു പോണെന്ന് കണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സീരണി എടുത്തിട്ട് പിരിഞ്ഞു പോവാം സീരണി ഉണ്ട് ഇൻഷാ അല്ലാഹ് നല്ല സീരണിയല്ല അതെല്ലാം എല്ലാത്തും സഹായിച്ച ആൾമാർ സഹകരിച്ച ആൾമാർ പ്രത്യേകിച്ചിട്ട് വാദ്യശതങ്ങൾ അള്ളാഹുടെ പള്ളി അവർ കാർപ്പറ്റ് ആവശ്യത്തിന് വേണ്ടി ചൊല്ലുമ്പോൾ പല ആൾമാരും വാഗ്ദാനാക്കിയ പല ആൾമാരും 2000 1000 500 5000 ചൊന്ന ആൾ 10000 ഒരാൾ 25000 അള്ളാഹു അതെല്ലാം സ്വീകരിക്കട്ടെ അള്ളാഹുടെ പള്ളിക്ക് അള്ളാഹിന്റെ പള്ളിക്ക് ഒരാളുകൾ സഹായിക്കണു അവിടെ ചൊല്ലത് വലിയ വിഷയ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയായ അയാള് ഒരു കച്ചവടാക്കിയിട്ട് ഒരു ബാണിയാക്കിയിട്ട് പിറകു പറമ്പൊത്തുകു റിപ്പീറ്റ് ഒരു ബാണിയാക്കിയിട്ട് മദീനത്തേക്ക് മടങ്ങുമ്പൊത്തുകു അയാൾ നല്ല ഒരു വിളക്ക് ഒരു അണ്ടത്തെ വിളക്ക് ചൊന്നെങ്കിൽ ട്യൂബ് പോലത്തെ ലൈറ്റ് പോലത്തതല്ല ഒരു ലാമ്പ് കണക്കത്തെ എണ്ണ വീത്തി കത്തുപാട്ടിലെ ഒരു സാമാൻ പള്ളിയിലുള്ളകത്ത് മദീനത്തെ പള്ളിക്ക് ബേക്ക് കൊണവന്നു അത് കൊണവന്നിട്ട് അയാള് മദീനത്തേക്ക് വന്നിട്ട് എത്ര ഒരു വെള്ളിയാസരണ്ട് വെള്ളിയാസ ജാവ അവിടും തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വന്നെടുത്തത് ഒരേ കണിക്കൈ അള്ളാന്റെ പള്ളിക്ക് സഹായിക്കുന്ന വിഷയത്തിൽ മഹത്വം നാ ചൊല്ലി അപ്പൊ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എണ്ണം കൊണവന്നിரு ಅದಕ್ಕೆ ಬೇಕಡೆ ತಿರಿയും കൊണവന്നിரு ആ ഒരു ലാമ്പ് കണക്കത്തെ സാമനും കൊണന്നിரு തൂക്കൊണക്ക് ബല്ലിയും കൊണന്നിரு ഇതെല്ലാത്തെ കൊണന്നിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അയാളെ അടിമരൊട്ടിಗೆ ഇതിലെ തൂക്കുപാട്ട് എണ്ണെല്ലാം ബീത്തിൽ കത്തുപാട്ടിയെങ്കിൽ അതിലെ വെളിച്ച അതിലെ ചന്ത കാണണമെങ്കിൽ ചിമ്മയാവണം മോന്തിയാവണം പോൽമണ ഇപ്പൊ ഈ ലൈറ്റ് ഇട്ടെങ്കിൽ ഇതിലെ ചന്ത ചിലപ്പോൾ ഗൊന്താവില്ല ഈ ചന്ത ഗൊന്താവണമെങ്കിൽ മോന്തിയാവണം ചിമ്മയാവണം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അള്ളാഹുടെ റസൂൽ ഇമാമ നിക്കടെ കനക്കത്തെ മദീനത്തെ പള്ളിಗೆ ಈ ഒരു ಬೆಳಕನ್ನು ಕೊಡಬಂದು ಕತ್ತುಬಾಟಿ ಬೆಚ್ಚಿಟ್ಟಾಂಬೋ ನಬಿ ತಂಗ ಮಗರಿಬಡ ನಂತರ ಚಿಮ್ಮೆಯಪ್ಪ ಮಗಲಿಬ್ ಅಲ್ಲಾಹ್ന്റെ പള്ളിಗೆ ಬರುಂಬೊತ್ತಿಗೂ ಈ ಬೆಳಕಿಗನ ಕತ್ತಿ ಉಂಟುಂಟು നല്ല ചന്തത്തിൽ പ്രകാശത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുന്ന സ്വഹാബ ഇതാറ് ഈ വെളിച്ചരെ കൂടെ കൊണ്ടുവന്ന് വെച്ചിരെ ഈ വെളിച്ചത്തെ അഥവാ ഈ ഒരു തിരി ലാമ്പോ ഈ വിളക്കടെ ആറ് കൊണവന്ന് വെച്ചിരെ സ്വഹാബിങ്ങ ചൊന്നാർ നബി അത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു തമീമുദ്ദാരി നിങ്ങൾ വെളിച്ചാക്കിരെ മദീനത്തെ പള്ളിയിലല്ല നിങ്ങൾ ഈ വിളക്ക് ലാമ്പ് കൂടെ വന്നിട്ട് വെളിച്ചാക്കി അള്ളാന്റെ റസൂൽ ഇമാമ നിക്കടെ കനിക്കതെ മദീനത്തെ പള്ളിയിലല്ല നിങ്ങൾ അള്ളാഹുടെ ദീന്റെ നിങ്ങൾ പ്രകാശിപ്പിച്ചേ
അള്ളാഹുടെ ദീന്റെയായിട്ട് നിങ്ങൾ പ്രകാശിപ്പിച്ചേ. പള്ളി അള്ളാഹുടെ ഒരു സങ്കേതമാണ്. അള്ളാഹു ഇബാദത്ത് ചെയ്ത കണിക്കത്തെ ഒരു അടയാള പള്ളി. ആ പള്ളി ഒരു വിളക്ക് വെച്ചേക്ക് പ്രകാശിപ്പിച്ചേക്ക് റസൂലുള്ളാഹി തങ്ങൾ നേരിട്ട് ചൊന്ന തമീം റളിയല്ലാഹു അൻഹു റൊട്ടിಗೆ തമീമെ നിങ്ങ വെളിച്ചാക്കിയത് അള്ളാഹുടെ ദീനായിട്ട് നേരായിട്ടും നക്കുമീത്ത് ഒരു മോള് മങ്ങിലാക്കി കൊടുക്കണം എന്നിട്ടുണ്ടെങ്കിൽ തമീമുക്ക് ഈ സദസ്സിൽ കായന്താക്കി കൊടുത്തരാത്തെ. തമീമുദ്ദാരി ചൊല്ലിയ സ്വഹാബി റസൂലുള്ളാഹി തങ്ങളെ എല്ലാ പെണ്ണുമക്ക മങ്ങിലായിട്ടായിട്. അള്ളാന്റെ റസൂലുക്ക് 4 പെണ്ണുമക്ക. ആ 4 പെണ്ണുമക്കും മങ്ങിലായിട്ടായാൽ പിന്നെയാണ് ഈ സംഭവം നടക്കടേ. അള്ളാന്റെ റസൂല് ചൊല്ലേ ഒരു പെണ്ണുമീത്തണക്കി ഇന്നിട്ടില്ലെങ്കിൽ തമീമുദ്ദാരിക ഈ പള്ളിയിൽ ഇപ്പൊ വെച്ചിട്ടാണ് കായന്താക്കി കൊടുക്കാൻ അള്ളാഹുടെ ദീൻ പ്രകാശിപ്പിച്ച ആള്. അള്ളാന്റെ ദീന് പ്രകാശിപ്പിച്ചേ ചൊല്ലോ. കാരണം അള്ളാന്റെ റസൂൽ ഇമാമതി കിടക്കണിക്കത്തെ പള്ളിക്ക് ഒരു വിളക്ക് കൊണ്ടുവന്ന് വെച്ചെടുക്ക് വേണ്ടി. അപ്പൊ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി ചൊല്ലു, നബിയെ അള്ളാന്റെ റസൂലുകല്ലേ പെണ്ണുമക്ക ഇല്ലാണ്ടായില്ലേ. റസൂലുള്ളാഹി തങ്ങൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അള്ളാഹുടെ പള്ളിരെ അള്ളാഹുടെ ദീന്റെ വെളിച്ചാക്കിയേക്ക് ഇത്ര വലിയ ഒരു നല്ല കാര്യം ആക്കിയേക്ക് വേണ്ടിയിട്ട് അയാൾക്ക് നിന്റെ മോലെ കെട്ടിച്ചു കൊടുക്കാൻ തേണ്ട നബി തങ്ങൾ ചൊന്നില്ലേ. അത്രക്കും മഹത്വമുള്ള കനക്കത്തെ ഒരു സ്വറാക്കിയതൊക്കെ വേണ്ടിയല്ലേ നബിയെ. അള്ളാന്റെ റസൂലുക്ക് മോളില്ലാണ്ടായിട്ടെങ്കിലും നക്ക് മോലുണ്ട് നബിയെ. നന്റെ മോളിൽ കൊണ്ട് അള്ളാന്റെ റസൂൽ ഉദ്ദേശിച്ച കനക്കത്തെ കാര്യത്തെ നടപ്പിലാക്കോറു. ഉടനെ അള്ളാന്റെ റസൂലു ആ പള്ളിയിലെ അതേ സദസ്സിൽ ആ ഒരു ജാവുകെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ സ്വഹാബിന്റെ മോളിലെ കായന്താക്കി കൊടുത്തു. അള്ളാഹുടെ പള്ളിക്ക് വെളിച്ചാക്കി കണ്ടിട്ട് ഒരാൾ വലിയ വിഷയത് അള്ളാന്റെ പള്ളിക്ക് സഹായിക്കലേ ചൊല്ലി. ഞങ്ങൾക്കത് ചെറിയ വിഷയായിട്ട് കാരണം എത്രമാ വിഷയത്തെ ഞങ്ങ ചെറിയതായിട്ട് കണ്ടത് അള്ളാഹുറെ മുട്ടത് വലിയ സ്ഥാനായിട്ട്. പലപ്പോഴും ഞങ്ങൾക്ക് ബണ്ടകൻകത്തെ അപകട മുസീബത്ത് അതിൽ നിന്നിട്ട് ഞങ്ങൾ അള്ളാഹു സലാമത്താക്കടെ ഇതുപോലത്തെ അള്ളാഹുടെ ദീനക്ക് വേണ്ടി സഹായിച്ച അവർ സഹായിട്ട് ഞങ്ങൾ ചിലപ്പോ ചൊല്ലൂല്ലേ ഒരു തെല്ലിനാവ ഇപ്പൊ നക്ക ഗാഡി അടിച്ചോണ്ട് പോയിരാൻ. പലപ്പോഴും ഞങ്ങൾ റോഡ് ക്രോസ് ആകുമ്പോഴത്തേക്കു മാർഗത്തിറകൽ നിൽക്കുമ്പോഴത്തേക്കു ഒരു വാഹനം ഞങ്ങളെ മുട്ടത്തിൽ പോയപ്പോ ചിലപ്പോ ഞങ്ങൾക്ക് അവിടെ അടച്ചോണ്ട് ഒരു തെല്ലി ഉത്തര യാരകൊരുടി ഇപ്പൊ അടിച്ചോണ്ട് പോയിരാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ഗാഡിയിൽ പോകേണ്ട ആൾമാർ ഒരു തെല്ലു യാരകൊരുടി ഇപ്പൊ സ്കൂട്ടറിലാണ് എന്റെ ഗാഡിയിലേക്ക് പോന്നു പോയിരാൻ. ഒരു ഇത്തര യാരകൊരുടി ആരാണ് അത്തര യാരകൊരുടിയിൽ സലാമത്താക്കടേ. അള്ളാഹുടെ റസൂല് ചൊല്ലു, നിങ്ങൾ അള്ളാഹുടെ ദീനക്ക് വേണ്ടി സഹായിച്ച് അഥവാ ഈ സമുദായത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് സഹായിച്ച കനകത്തെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തേക്കും അള്ളാഹു നിങ്ങൾക്ക് തന്നെ ആരോഗ്യ, നിങ്ങൾക്ക് തന്നെ സമ്പത്ത്, നിങ്ങൾക്ക് തന്നെ കനകത്തെ അധികാരത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹു തൃപ്തിയോടെ കനകത്തെ ഒരു കാര്യാക്കിക്ക് വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് ആ മുസീബത്തിനെ തടഞ്ഞേ. എന്റെ പിറുസത്തെ മുസ്ലിമീങ്ങളെ ഇന്ന് പല ആൾമാരും പല രോഗം കൊണ്ട് മുസീബത്തിൽ അനുഭവിച്ചുകൊണ്ടുള്ള എത്രമാ ആൾമാർ ക്യാൻസർ രോഗികളുള്ള എത്രമാ ജാഗ വയലുകളിൽ പോയപ്പോ പല ക്യാൻസർ രോഗികൾ ഓടി വന്ന് ചൊല്ലുകൊണ്ട് സാധേ നക്ക് ക്യാൻസർ നക്കൊന്ന് തുറക്കണോ. പല ആൾമാർ ഞങ്ങളെ പേരും അധികാരവും പ്രശസ്തി ഒന്നുമില്ല. ഒരു രോഗമീത്ത് ഞങ്ങൾ വന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ, ഒരു സീക്ക് മീത്ത് വന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ ഏത് പേരും ഇല്ല. പിന്നെ ഞങ്ങളെ പേര് കൊണ്ടിട്ടുള്ള അറിയപ്പെട്ടേ. പിന്നെ ഞങ്ങൾ ചൊല്ലേ നാനൊരു ക്യാൻസർ രോഗി നക്ക് ദൂരക്കണോ, നാനൊരു ഹാർട്ട് പേഷ്യന്റ് നക്ക് ദൂരക്കണോ. ആചാറ് പോയിത്തവിടെ ഞാൻ ഇന്ന ആജി, ഞാൻ അബ്ദുറഹ്മാൻ ആജി, അല്ലെങ്കിൽ ഇന്ന ആജി ഇന്നരായത്തെ ആള് ഇന്ന പള്ളിയുടെ പ്രസിഡന്റ് ചൊല്ലെ ബദലുക ഗുർത്ത ചൊല്ലെ. അങ്ങനെ പിന്നെ നാനൊരു ക്യാൻസർ പേഷ്യന്റ് ഉസ്താദ് നക്ക് ദൂരക്കോറു, നാനൊരു കിഡ്നി ഡയാലിസിസ് ആക്കിക്കൊണ്ടുള്ള കനക്കത്തെ ഒരാള് നക്ക് ദൂരക്കോറു, അല്ലെങ്കിൽ നാനൊരു ഹാർട്ട് പേഷ്യന്റ് നക്ക് ദൂരക്കോറു. എവിടെ പോയിട്ട് പേര്, എവിടെ പോയിട്ട് പ്രശസ്തി. അള്ളാഹു ഒരു രോഗത്തെ തന്നിട്ടാകുമ്പോഴത്തേക്ക് അതെല്ലാം മാഞ്ഞു പോയി. പിന്നെ ഈ പേരും പ്രശസ്തിയും അധികാരവും അതെല്ലാം ശൂന്യമാണ്. ആ രോഗത്തെ എതിരിൽ പിന്നെ ഒന്നുമല്ല. ഞാൻ ചൊന്നോണ്ട് വന്നേ നിന്റെ ഈമാനുള്ളങ്ങളെ അള്ളാഹു മുസീബത്തിനെ തണ്ട, അള്ളാഹു മുസീബത്തിനെ തണ്ട. ഏത് മുസീബത്ത് എത്രത്തോളം കൊണ്ടുണ്ട. ഞങ്ങളിൽ പല ആൾമാരും 5 വഖത്ത് നിസ്കരിക്കുന്ന ആൾമാര് പലതരത്തെ മുസീബത്ത് അനുഭവിച്ചുകൊണ്ടുള്ള എത്രമാ കടായിട്ട് കടം വീടണുക മാർഗം കാണാണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുടെ പള്ളിയിൽ കൃത്യമായി ബാങ്ക് കൊടുക്കുമ്പോ 5 വഖത്തിലെ ജമാഅത്ത് കൂടി പോകേണ്ട ആളുമാർ എന്തെല്ലാം ബുദ്ധിമുട്ട് ദുനിയാവിൽ അനുഭവിച്ചില്ലേ. സുബ്ഹാനല്ലാഹ്, 30 വർഷമായിട്ടും മോനുക്ക് പൊതുസെട്ടാവില്ല. അഥവാ ആക്കി പോയ കടത്തെ വീടണുകൊരു മാർഗം കാണില്ല. എത്രമാ വർഷത്തിലുണ്ട് അവ കെട്ടണോ ചൊല്ലെ ഒരാശ വെച്ചിട്ട് ഒരു ആപത്തുക ഫൗണ്ടേഷൻ ഇട്ടിട്ട് എങ്ങനെ നോക്കുമ്പോഴത്തേക്കൊന്നും മതിൽ കെട്ടി പൂർത്തിയാക്കണുകാവില്ല.
സുബ്ഹാനല്ലാഹ് ഇതുപോലത്തെ എത്ര രോഗിയായ ആള് മാറുള്ളാറ് ഉസ്താദെ ഇന്ന ജാഗല ഇന്ന തരത്തെ രോഗമാണ് അഥവാ ഇന്ന ജാഗല ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ രോഗിയായി കിടത്തത്തിലായി പോയിട് അഥവാ ഇതുപോലത്തെ പല മുസീബത്തുകളും എത്രത്തോളം മുസീബത്ത് പറയുന്നുണ്ട് ഈമാനുള്ള മുസ്ലിമീങ്ങള് സുബ്ഹാനല്ലാഹ് ഞങ്ങൾ അല്ലാഹു തന്റെ മുസീബത്ത് ഞങ്ങളെ ശിക്ഷിക്കോണു വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടോ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ونقص من الأموال والأنفس والثمرات അല്ലാഹു പലതരത്തെ മുസീബത്തുകളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കടാ അല്ലാഹ് പലതരത്തെ പ്രയാസം തന്ന് പരീക്ഷിക്കടാ അല്ലാഹു നിങ്ങളെ പട്ടിണി കിടക്കണ ഒരു അവസ്ഥ പറപ്പാട്ടിട്ട് നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കടാ അല്ലാഹു നിങ്ങളെ പേടിപ്പാട്ടിട്ട് പരീക്ഷിക്കടാ അല്ലാഹു നിങ്ങളെ മനസ്സിക്ക് പേടിരെ തന്നിട്ട് സുബ്ഹാനല്ലാഹ് ഇന്നും ഇന്നലെ ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും പരിചയമില്ലാത്ത കൊറോണ ചൊല്ലി ഒരു രോഗം വന്നിട്ടാകുമ്പോ അല്ലാഹുടെ പള്ളിക പോലും നിസ്കരിക്കണാവാത്ത പരിസ്ഥിതി വന്നില്ലേ പരിശുദ്ധമായ കഅബാലയം ആദം നബി അലൈഹിസ്സലാമുടെ പടക്കടേക്ക് മുന്നിലേ അല്ലാഹുടെ മലക്കുകൾ തവാഫ് ചെയ്ഞ്ഞോണ്ടിരുന്ന കനികത്തെ കഅബാലയത്തെ പോലും ഹജ്ജ് ചെയ്യണാവാട്ട് ഉംറ ചെയ്യണാവാട്ട് ബന്ധാക്കി വയ്ക്കണായി വന്നില്ലേ എത്ര വില അധികാരമുള്ള ആളുമാർ പോലും എത്ര വില പേരുള്ള ആളുമാർ പോലും എങ്ങനത്തെ രോഗത്തിന് ചികിത്സ കൊടുക്കുന്ന ഡോക്ടർമാർ പോലും പിന്നൊരു രോഗിയുടെ പോലും തുടങ്ങുക പേടിയാ അവിടെ അവസ്ഥ വന്നില്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടോ അല്ലാഹ് നിങ്ങളെ പേടിപ്പാട്ടി പരീക്ഷാക്കടാ അല്ലാഹ് നിങ്ങളെ പൈപ്പാട്ടില് പരീക്ഷാക്കടാ അല്ലാഹു നിങ്ങളെ സമ്പത്തിലെ നഷ്ടത്തെ തന്നിട്ട് പരീക്ഷാക്കടാ അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും പിരിസപ്പെട്ട ആളുമാരെ മരിപ്പാട്ടിട്ട് പരീക്ഷാക്കടാ അല്ലാഹ് നിങ്ങളെ കൃഷിരെ നാശാക്കിട്ട് പരീക്ഷാക്കടാ എന്തൊക്കെ ഈമാനുള്ളങ്ങള് അല്ലാഹു തന്റെ മുസീബത്തും അല്ലാഹു തന്റെ പരീക്ഷണങ്ങള് നിങ്ങളെ ഈമാന്റെ അളക്കൊണുകു വേണ്ടിയാ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് രോഗം വന്ന ആളാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഏത് പരീക്ഷണ വന്ന ആളാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് ദാരിദ്ര്യം വന്ന കഷ്ടം വന്ന ആളാണെങ്കിൽ പോലും അതാ ഞങ്ങൾ നാളെ മരണപ്പെട്ടു പോയ സമയത്തില് ഞങ്ങളെ മയ്യത്തിലെ കഫൻ ചെയ്യണുക പോലും ആവാത്ത പരിസ്ഥിതി വന്നിട്ടിക്കാല എത്ര കടാക്കിട്ട് നാണം കെട്ട് ദുനിയാവിൽ ജീവിക്കണ ഒരു മാർഗവും ഇല്ലാണ്ട് വിചാരിച്ചിട്ട് ആത്മഹത്യ ആക്കിയിട്ട് മരണപ്പെട്ടു പോയ ആളുമാര് പോലുമുണ്ടോ അങ്ങനെ മതാ 3 തുണില് കഫന് ചെയ്തിട്ട് മാത്രമല്ല മയ്യത്തുക മുണ്ടാസും കമീസോടുകൂടി കഫന് ചെയ്യില്ലേ ഒരാളെ മയ്യത്തിലെ കഫന് ചെയ്യുമ്പോ തുണിയില്ലാത്ത ഒരവസ്ഥ ഏതെങ്കിലും ഒരാൾക്ക് വന്നറാ മുസ്ലിമേ എങ്ങനത്തെ കാഠിന്യമുള്ള ദാരിദ്ര്യമുള്ള ആളുമാരെ ഞങ്ങൾ നോക്കിരാ എങ്ങനത്തെ പട്ടിണി കിടന്ന് ജീവിച്ച ആളുമാരെ ഞങ്ങൾ കണ്ടറാ സ്വന്തം അവ പോലും ഇല്ലാണ്ട് മാർഗത്തരകളെ കിടന്ന് പറകട ആളുമാരെ ഞങ്ങൾ കണ്ടങ്ങല്ലേ മാരകമായ രോഗം വന്നിട്ട് സ്വന്തം കുടുംബ പോലും നോക്കണത് ഗതിയില്ലാണ്ട് ദൂരാക്കിട്ട് മാർഗത്തരകളെ നിലകിട്ട് മരിച്ച എത്ര ആളുമാരെ കണ്ടറാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മരിച്ചിട്ട് മയ്യത്ത് പോലും ഗുണപോണില്ലാത്ത എത്ര ആളുമാരെ കണ്ടറാ വൃദ്ധാശ്രമത്തിൽ സ്വന്തം മക്കളെ പോലും നോക്കണത് തിരിഞ്ഞു നോക്കണത് ഗതിയില്ലാത്ത അവസ്ഥയിൽ എത്ര വയസ്സായ ആളുമാരെ കണ്ടറ മുസ്ലിമേ ഒരേ ഒരാളുടെ കഫന് ചെയ്യുന്നത് തുണിയില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ കണ്ടറാമ ഇന്റെ വരേക്കും ഈ സദസ്സിലുള്ള ഒരാള് ഉസ്താദെ ഇന്ന ആള് മരണപ്പെട്ടു പോയ സമയത്തില് അയാളെ മയ്യത്തിലെ കഫന് ചെയ്യുന്നത് പോലും ആവാത്ത പരിസ്ഥിതി എന്തുകൊണ്ട് ചൊല്ലുന്നത് സാധ്യമാ അല്ലാഹ് തന്റെ ഈമാനുള്ളങ്ങളെ അങ്ങനെ ഒരാളും ചൊല്ലുക സാധ്യമല്ല പിന്നെ അല്ലാഹു തന്റെ പരീക്ഷണങ്ങളും അല്ലാഹു തന്റെ മുസീബത്തുകള് ഈമാനുള്ള മുസ്ലിമുടെ ഈമാന്റെ അളക്കണുക വേണ്ടിയാണ് നിന്റെ മനസ്സിൽ എത്ര ഈമാനുണ്ടോ നിന്റെ ഖൽബിൽ അല്ലാഹുവിൽ എത്ര വിശ്വാസമുണ്ടോ ദാരിദ്ര്യ പറയുമ്പോ നിന്റെ ഈമാന്റെ എങ്ങനെ നീ സംരക്ഷണാക്കട ചൊന്നു അളക്കണുക വേണ്ടി അല്ലാഹു തന്റെ പരീക്ഷണങ്ങളാണ് ഹബീബാ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഗൽഭനായ സ്വഹാബിയായ സയ്യിദുന മുസ്അബ് ഇബ്നു ഉമൈർ ഒരു കാലത്ത് വലിയ പൈസക്കാരനായ ബാലക്കാരനാണ്. ആരോഗ്യമുള്ള ബാലകാരായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഒന്ന് കുതിരലോടുമ്പോ മദീനത്തെ എത്തരമാ സൗന്ദര്യമതികളായ പെണ്ണുമക്കളൊന്ന് കാണുക വേണ്ടി നിന്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിയായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തങ്ങളെ സുബ്ഹാനല്ലാഹ് കാണുക വേണ്ടി നിന്റെത് എത്ര ആളുമാറാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ദീൻ സ്വീകരിച്ചിട്ട് ചൊല്ല ഒരേ ഒരു കാരണത്തിന് വേണ്ടി വലിയ പൈസകാരനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുടെ അതാ സ്വന്തം ഉമ്മ ചൊല്ലോടു മുസ്അബ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ല മുഹമ്മദ് നബിയെ നീന് ബുട്ടുല്ലാണ്ട് കണ്ടെങ്കിൽ നിന്റെ ബാപ്പകുല്ല കോടിക്കണക്കിലുള്ള ആസ്തിയിൽ നിന്നിട്ട് ഒരേ ഒരു ദിർഹം പോലും നിക്ക് തരാല, ഒരേ ഒരു ദിർഹം പോലും നിക്ക് തരാല മുസ്അബേ. മുഹമ്മദ് നബിയെ നീന് ബുട്ടിട്ട് പിറകെ ബണ്ടില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിട്ടിക നീന് അവിശ്വാസത്തെ കാട്ടില്ലാണ്ട് കണ്ടെങ്കിൽ മുഹമ്മദിന്റെ കൂടെ മീത്ത് നീന് നിണ്ടേണ്ട് കണ്ടെങ്കിൽ നക്കും നിക്ക് പിന്നെ ബന്ധയില്ല മുസ്അബേ. എത്ര ബല പൈസകാരനായ സ്വഹാബികൾ ചൊന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുടെ ശരീരത്തിലും പൂസിയ കൻകത്തെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആ ശരീരത്തിക്ക് തടകിയ കൻകത്തെ പൂഞ്ഞ കൻകത്തെ സെന്റര മണമണക്കൊണുക വേണ്ടി മദീനത്തിലെത്ര ആള് കാത്തോണ്ടിന്ന ഗൊന്തുണ്ടാ. അവസാനം പരിശുദ്ധമായ ദീന്റെ ശിആര നിലനിർത്തുക വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ മക്കത്തെ മുശ്രിക്കീങ്ങളെ നടുവിൽ നടന്ന കനികത്തെ ഉഹുദ് ചൊല്ല വലിയ രണാങ്കണത്തിൽ മദീനത്തുള്ള കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന കനികത്തെ ഉഹുദ് പർവ്വതത്തിൽ നടന്ന കനികത്തെ വലിയ ഒരു ഉഹുദ് ചൊല്ല യുദ്ധത്തിലുണ്ടല്ലേ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദാവുടു. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം കുഞ്ഞബയായ ഹംസ റളിയല്ലാഹു അൻഹു ആ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദാവുടു. അങ്ങ് ജണ്ടാല മയ്യത്തിലെ ശത്രുഗതാ വിരൂപമാക്കി വെച്ചിറാറ് മയ്യത്തിലെ ഗുരുത്വ പോലും പിടിക്കൊണുകാവാത്ത രൂപത്തില് അതാ കൊത്തിട്ട് തരിച്ചിട്ട് മക്കത്തെ മുശ്രിക്കീങ്ങൾ ഉഹുദില പർവ്വതത്തിൽ എറിഞ്ഞിറാറ്. അല്ലാഹുവിന്റെ റസൂല് പോലും സ്വഹാബത്ത് തടയിടേ നബിയെ മയ്യത്ത് നോക്കണ്ട നബിയേ, അല്ലാഹുവിന്റെ റസൂല് മയ്യത്തിനെ നോക്കണ്ട നബിയേ, അല്ലാഹുവിന്റെ റസൂല് കഥ സദിക്കൊണുകാവാല നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ഹംസ റളിയല്ലാഹു അൻഹുടെ സ്വന്തം കുഞ്ഞുമടെ മയ്യത്തിന് തുണി വന്ന് ബുദ്ധാക്കിട്ട് നോക്കുമ്പോഴത്തേക്കോ സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങളെ താടിരെ മുടില് പോലും കണ്ണട തന്നിങ്ങനെ ധാരധാരയായി അറിയണുക തുടങ്ങിട്. സ്വന്തം കുഞ്ഞബയാണ് പാപ്പടയല ഉണ റസൂലുള്ളാഹി തങ്ങളെ ജീമ പോലെ പിരിസാക്കിയ കനികത്തെ കുഞ്ഞബയാ മയ്യത്തിനെ കുർത്ത പിടിക്കൊണുക പോലും ആവാത്ത പരിസ്ഥിതിയിലാണ് ശത്രുക ഉഹുദിനെ പർവ്വതത്തിൽ കൊന്നിട്ട് എറിഞ്ഞ കനികത്തെ സന്ദർഭത്തില് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് ഒട്ടിക ആ പരിശുദ്ധമായ ഷഹീദായ നേതാളുമാരെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹുടെയും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുടെ മയ്യത്തിനെ കഫൻ ചെയ്യുന്നതിന് വേണ്ടി തുണി കൊണവറു ചൊല്ലുമ്പോഴത്തേക്കോ സ്വഹാബത്തിന്റെ കയ്യിൽ ഒരു തുണി പോലുമില്ല, ഒരേ ഒരു തുണി പോലും ആ മയ്യത്തിനെ ഒന്ന് പൂർണ്ണമായിട്ട് കഫൻ ചെയ്യണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിക ചൊല്ലോടോ മയ്യത്തിനെ പൂർണ്ണമായിട്ട് മറക്കുക അവിടെ ഒരേ ഒരു തുണി കൊണവറു സ്വഹാബ. ഹബീബായ തങ്ങളെ സ്വഹാബത്ത് കൊണവന്ന് കൊടുത്ത കഫന്റെ തുണിയുണ്ടല്ലേ ആ മയ്യത്തിനെ തലഭാഗത്തെ കഫന ചെയ്യണോ നോക്കുമ്പോഴത്തേക്കോ മയ്യത്തിനെ കാൽഭാഗ കഫന്റെ തുണിരെ പുറത്തു പോലോടൂ. കാലഭാഗത്തെ കഫന ചെയ്യണോ നോക്കുമ്പോഴത്തേക്കോ അതാ മയ്യത്തിനെ നെഞ്ഞിരെ മേലെ ഭാഗ കഫന്റെ തുണിരെ പുറത്തു പോലോടൂ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ സ്വഹാബിക
അള്ളാന്റെ ദീനക്ക് വേണ്ടി പോരാടിയ സ്വഹാബിക, അള്ളാനക്ക് വേണ്ടി മാത്രം ജീവിച്ച കനികത്തെ മഹാന്മാരായ സ്വഹാബിക, നാളെ അള്ളാഹുടെ പരലോകത്തിലെ രക്തസാക്ഷിയായിട്ട് പടച്ചവന് ഞങ്ങളെ തടിവുണ്ടല്ലേ അല്ലാ, ഞങ്ങളെ ആരോഗ്യമുണ്ടല്ലേ അല്ലാ, ഞങ്ങളെ ശരീരത്തെ നിന്റെ ദീനക്ക് വേണ്ടി ചെലവാക്കിയ ചൊന്നോട്ടു അതേ മയ്യത്തിൽ കിടന്ന കനികത്തെ ചോരയുമായിട്ട് അള്ളാന്റെ മത്സരത്തുക വേണ്ട നേതാക്കന്മാർ അങ്ങനെ കഫന ചെയ്യുക ഒരു തുണി പോലുമില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനിട്ട് ചൊല്ലോടോ, സ്വഹാബ തലഭാഗത്തെ കഫൻ ചെയ്യൂറൂ, കാലിന്റെ ഭാഗം കഫൻ തുണിനെ പുറത്തു പോന്നിട്ട് കഫനില്ലാത്ത ഒരവസ്ഥയിലാമത്തോ മദീനത്തെ വണങ്ങിയ പുല്ലുടെ പൊറിച്ചിട്ട് സ്വഹാബത്ത് ഗുണ വന്നിട്ട് അതാ രണ്ട് സ്വഹാബികളെ കാൽഭാഗത്തെ പുല്ലുകൊണ്ട് മറക്കിടാറ്. വണങ്ങിയ മദീനത്തെ മറുഭൂമിയിലെ ഉഹുദ് പർവ്വതത്തെ മേലുള്ള വണങ്ങിയ കൺകത്തെ പുല്ലുണ്ടല്ലേ, ആ പുല്ലുടെ കൊട വന്നിട്ട് അതാ മയ്യത്തിലെ കാൽഭാഗത്തെ കവറാക്കിയിട്ട് രണ്ട് സ്വഹാബത്തിനെ മറമാടില്ല മുസ്ലിമേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടെ ഈമാനുള്ള ആളുമാർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാ. അല്ലാഹുവിന്റെ അചലമായ വിശ്വാസമുള്ള ഈമാനുള്ള ആളുമാർക്ക് അല്ലാഹു ദുനിയാവിലെ മുസീബത്തിനെ കൊടുക്കുടാ, മാരകമായ രോഗത്തെ അല്ലാഹു കൊടുക്കുടാ, ദാരിദ്ര്യത്തെ അല്ലാഹു കൊടുക്കുടാ, പട്ടിണി കിടക്കണ ഇവന്റെ അവസ്ഥ അല്ലാഹു തണ്ട. അത് നിന്റെ ഈമാന്റെ അളക്കൊണുകു വേണ്ടിയാണ്. ഏത് സമയത്തിലും ഏത് മുസീബത്ത് വരുമ്പോത്തും അല്ലാഹുവിന്റെ അചലമായ വിശ്വാസത്തിന് പിറകു പോവാണ്ടിക്കൊണുകു വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, നിന്റെ ഈമാനുള്ളങ്ങളെ ചൊമ്മയെന്തും യാരെ ചൊല്ലോണ്ടില്ല. നിങ്ങളെ റായത്തില് നിങ്ങളെ കൂടെ ജീവിച്ച കനകത്തെ ഈ വേദിക പോലും പേരിട്ടിട്ട് നിങ്ങൾ ആദരിച്ച കനകത്തെ മർഹൂമ ഇബ്രാഹിം ആക്കയില്ലേ. എന്ത് രോഗത്തിലാ മരണപ്പെട്ടു പോയത്, എന്ത് രോഗത്തിലാ നിന്റെ ഈമാനുള്ളങ്ങളെ മരണപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്, മാരകമായ ഈ സമുദായം പേടിക്കര പോലോത്തെ രോഗം വന്ന് പല ആളുമാരും മരണപ്പെട്ടു പോയില്ലേ. പഴയ കാലത്തിൽ ഞങ്ങളുടെ ഉമ്മമാർക്ക് പേര് ചൊല്ലുക പോലും പേടിയായിട്ടുണ്ട്. ക്യാൻസർ ചൊല്ല രോഗം ഒരാളുക ബാധിച്ചേട് കണ്ടെങ്കിൽ ക്യാൻസർ ചൊല്ല പേര് ചൊല്ലുക പോലും ഈ സമുദായം പേടിച്ച ഒരു കാലമിന്ത് അല്ലേ അല്ലേ. ക്യാൻസർ ചൊല്ലുക പോലും പേടിക്കുന്ന കനിക്കൊരു കാലയും പിന്നെന്തിനെ ചൊന്നതിന്റെ കൊന്തുണ്ട ക്യാൻസർ ചൊല്ലത് അപ്പ ഉണ്ട് പേര്, പക്ഷെ ആ പേര് ചൊല്ലുക പോലും പേടി. ഇണ്ട് ക്യാൻസർ ചൊല്ല രോഗവ്യാപകമായി പോയിട്ട്, ക്യാൻസർ ചൊല്ല രോഗവ്യാപകമായി പോയിട്ട് പല ജാഗിലും ക്യാൻസർ. സുബ്ഹാനല്ലാഹ്, അതെല്ലാത്തിനും പരിഹാരമാണ് അല്ലാഹുവിന്റെ ദിക്ർ, അതെല്ലാത്തിനും പരിഹാരമാണ് അല്ലാഹുവിന്റെ റസൂലുകളുടെ പിരിസപ്പാട്, അതെല്ലാത്തിനും പരിഹാരമാണ് മഹാന്മാരായ സ്വാലിഹീങ്ങളായ ബദരീങ്ങൾ അങ്ങനൊട്ടുകൊല്ല പിരിസ മഹബത്ത്. എല്ലാ മുസീബത്തിനെ തടയണുക അല്ലാഹു അത് കാരണമാക്കണം. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തെ ഞാൻ ഒന്ന് ചൊന്നതിന്റെ വാദനിപ്പാട്ട്. ഇവിടെ ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട അണക്കൽ തങ്ങൾ തുറന്നിട്ട് പോയ കനികത്തെ തേനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ആൾമാരും എല്ലാ ഒരേ ഒരു കുപ്പി തേനത് ബാക്കിയാവണ തീരെ സംഘാടകന്മാർ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ ആൾമാരും ആ തേൻ്റെ എടുക്കണം. ഇൻഷാ അല്ലാഹ് 111 രൂപ കൊടുത്തിട്ട് എടുക്കും. 111 രൂപ കൊടുത്തിട്ട് എല്ലാവരും പെണ്ണിങ്ങും ആണിങ്ങും ചൊമ്മെന്തും ഇല്ല ഒരു ഏരി പോയി ഒരു 30-40 കുപ്പി തേനെടുക്കും. എല്ലാവരും ഒരു 111 രൂപ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് തേനെടുക്കൂറു. അള്ളാഹു എല്ലാ രോഗത്തെ അള്ളാഹു ഞങ്ങളെ സലാമത്താകട്ടെ. ഞങ്ങൾ ആർക്കും ഗൊന്തില്ല, ഞങ്ങളെ തടിയിൽ സീക്കുണ്ട ഞങ്ങൾ ഗൊന്തുണ്ട. എപ്പോൾ ഗൊന്തവിടെ സഡന്നൊരു ബയർന്നുമ്പോളായി പോയി ഡോക്ടറുടെ പോയിട്ട് മറന്ന് തന്നിട്ട് 2 നാളത്തെ മറന്ന് കുടിച്ചിട്ട് ബയർന്നുമ്പോൾ സുമറാവില്ല. ഡോക്ടർ ചൊന്തു സ്കാനിങ് ആക്കണം. സ്കാനിങ് ആക്കിയിട്ട് നോർമൽ ബയർന്നു പോലെ നിൽക്കില്ല. പല ആൾമാരും അനുഭവിച്ചതിനാ ചൊന്നോണ്ടില്ലേ. പിന്നെ ഡോക്ടർ ചൊന്തു ഇല്ല ഒന്ന് ബൾബിട്ട് നോക്കണോണ്ട് എൻഡോസ്കോപ്പിനെ ചൊല്ലി. ഞങ്ങൾ ബൾബിട്ട് നോക്കുകയെ ചൊല്ലില്ലത് എൻഡോസ്കോപ്പി. വയത്തൊലകത്ത് ഒരു ട്യൂബ് ഇട്ടിട്ട് നോക്കി. അപ്പൊ ഡോക്ടർക്ക് ഒരു പേടിയെത്ത്. ഡോക്ടർ ചൊന്തു എല്ലാം സംശയം കണ്ടോണ്ടുണ്ടോ. ഞങ്ങളെ അവസ്ഥ ഇപ്പം എന്താ ഒന്ന് ആലോചനയ്ക്കുന്നു. അങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും ഞങ്ങളുടെ അവസ്ഥ എന്തായി പോകും. ഒരു ഡോക്ടർമാർ പോലും പേടിച്ചിട്ട് ചികിത്സിക്കൊണ്ടു ആവില്ല. നിങ്ങൾ പിറകു കൂട്ടിയ പോകേണ്ടത് നല്ലേണ്ട ചൊല്ലിട്ട് അവസ്ഥ പറയുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്തായി പോകും.
അങ്ങനത്തെ രോഗത്തിൽ നിന്ന് സലാമത്ത് അല്ലാഹു ഞങ്ങളാക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഓരോ കുപ്പിത്തേന് സംഘാടകന്മാർ ഇപ്പല കൊണ്ടുപോയിട്ട് അത് എച്ചോടേക്ക് കൊടുക്കും, പെണ്ണിങ്ങൾക്ക് വാണി കൊടുക്കും, നൂറ്റി പോകണം നിർത്തി. അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾക്ക് ഗൊന്തില്ലാണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ മാരകമായ രോഗത്തെ അണുക്കളും എത്തിന്നെങ്കിൽ പരിശുദ്ധമായ ഈ മജ്ലിസുന്നൂർ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അഹ്ലു ബൈത്ത് പാരമ്പര്യമാണ് തങ്ങന്മാർ ബഹുമാനപ്പെട്ട ആനക്കൽ ബാത്തിസ് തങ്ങൾ. ആ അഹ്ലു ബൈത്തിന്റെ ആ പാരമ്പര്യത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഈ തേനിലൂടെ അല്ലാഹു ഞങ്ങൾക്ക് ശിഫ തരട്ടെ. എന്ത് രോഗ മുസീബത്തിനെങ്കിൽ അല്ലാഹു ഞങ്ങൾ ശിഫത്തെ തരട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ അല്ലാഹു കാക്കട്ടെ, സലാമത്താക്കട്ടെ. നിന്റെ പിരുസത്തെ മുഅ്മിനീങ്ങളെ അപ്പൊ ഈമാനുള്ള ആൾമാർക്ക് അല്ലാഹു മുസീബത്തിനെ തന്റെ പരീക്ഷണത്തെ എന്ത് അല്ലാഹു പരീക്ഷണത്തെ തന്റെ അല്ലാഹു മുസീബത്തിനെ തന്റെ ഞങ്ങളെ ഈമാന്റെ അളക്കൊണുകു വേണ്ടി മുസീബത്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എങ്ങനെക്കടാ ഞങ്ങൾക്ക് അല്ലാഹുടെ നെനപ്പാവുടെ അഥവാ സ്വലാത്ത് മജ്ലിസിലെ നെനപ്പാവുടെ അഥവാ ദൂരപ്പാട്ടുണുകും മജ്ലിസുന്നൂറും ബാക്കിഞ്ഞതെല്ലാം നെനപ്പാവുടെ എന്തെങ്കിലും ഒന്ന് തീരാണ്ടാവും. അപ്പത മനസ്സിക്ക് വലിയ പേടി വന്ന് എത്ര പേരെങ്കിലും സംഭാവന കൊടുക്കണം, ദൂരപ്പാട്ടും 1000 രൂപ കൊടുത്തു 500 രൂപ കൊടുത്തു ദൂരപ്പാട്ടും ഞങ്ങൾ തയ്യാറാവിടെ. അതേ സമയത്ത് നല്ല ആരോഗ്യക്കുമ്പോ നല്ല പൈസ ഉണ്ട്, നല്ല നെയ്പ്പുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഞങ്ങൾക്കൊന്നൊരു സദസ്സിൽ വന്ന് ദയിക്കണത് പോലും പുരുഷത്തിക്കില്ല. പല ആൾമാരുടെ അവസ്ഥ അങ്ങനെയാ. അല്ലാഹു മുസീബത്തിൽ നിന്ന് കാക്കട്ട്. എന്റെ ഈമാനുള്ളങ്ങനെ ഞാൻ ചൊന്നോട്ട് വന്നേ അല്ലാഹു മുസീബത്തിനെ തന്നെ ഞങ്ങൾ ഈമാന്റെ അളക്കണക്ക് വേണ്ടി അത് വലിയ വലിയ ആളുമാർക്കും അല്ലാഹു മുസീബത്തിനെ കൊടുക്കുക. അല്ലാഹു നബിമാർക്കും അല്ലാഹു മുസീബത്തിനെ കൊടുത്ത ഔലിയാക്കന്മാർക്ക് പോലും അല്ലാഹു മുസീബത്തിനെ കൊടുത്ത വലിയ വലിയ ആലിമീങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് പോലും അല്ലാഹു പരീക്ഷണത്തെ കൊടുത്ത വലിയ വലിയ രോഗത്തിൽ അല്ലാഹു കൊടുത്ത വലിയ വലിയ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ക്യാൻസർ ബാധിച്ച ആൾമാരുള്ള സ്വഹാബത്തിന്റെ കാലത്തിലുണ്ടല്ലേ ഒരു സീക്ക് ബന്ധൂല രോഗ പല ആൾമാരും ആ രോഗത്തിൽ മരണപ്പെട്ടു പോയാർ. ഞങ്ങയിണ്ട് ഇപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേര് ചൊന്നതുപോലെ പേര് വെച്ചതുപോലെ സ്വഹാബത്തിന്റെ കാലത്തില് പല ആൾമാരും മരിച്ചുപോയ കനിക്കത്തെ ഒരു രോഗ വ്യാപകമായിട്ട് സ്പ്രെഡായി പോയി. പല സ്വഹാബിക മരണപ്പെട്ടു പോയാർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് പോയി കേൾക്കറൂല, യാ റസൂലല്ലാഹ് ഇത് എന്ത് സീക്ക് നബി, ഇത് എന്ത് സീക്ക് നബിയെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുട ആയിഷ അത് അല്ലാഹുവിന്റെ അദാബാണ്. രോഗത്തുക മറന്ന് തന്റെ വൈദ്യന്മാർക്ക് പോലും മറന്നാക്കണുകാവാണ്ട് ചികിത്സിക്കണുകാവാണ്ട് ഇനി നിങ്ങൾ പിറകു കൂട്ടിക്കൊണ്ട് പോരോ ചികിത്സയില്ലാണ്ട് ചൊല്ലുടെ അവസ്ഥ ഉണ്ടല്ലേ, അത് അല്ലാഹുവിന്റെ അദാബാണ് ആയിഷ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുമ്പോൾ മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ കേക്കട്, യാ റസൂലല്ലാഹ് നബിയേ നല്ല നല്ല സ്വഹാബികൾക്കും ആ രോഗം വന്നിരല്ല നബിയേ, ഈമാനുള്ള നല്ല നല്ല ആളുമാർക്കും ആ രോഗം വന്നിരല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ റൊട്ടിക ചൊല്ലുടോ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീബി റൊട്ടിക ചൊല്ലുടോ, ആയിഷു ഈമാനുള്ള ഒരാൾക്ക് അങ്ങനത്തെ മാരകമായ രോഗമുണ്ട് കണ്ടെങ്കിൽ അങ്ങ് സബറാക്കിട്ട് ആ രോഗത്തിൽ മരണപ്പെട്ടു പോണ്ടാറുണ്ട് കണ്ടെങ്കിൽ അല്ല ഷഹീദിന് കൂലി കൊടുക്കുറ, അല്ല ഷഹീദിന് കൂലി കൊടുക്കട ആയിഷ. എത്ര ആളുമാറാണ് സുബ്ഹാനല്ലാഹ് മാരകമായ രോഗത്തിലുള്ളേ, വയറ് സംബന്ധമായ രോഗത്തിൽ മരിക്കുന്ന ആളുണ്ടല്ലേ, തന്നിക്ക് പോന്ന് മരിക്കുന്ന ആളുണ്ടല്ലേ, തീ പിടിച്ച് മരിക്കുന്ന ആളുണ്ടല്ലേ, മതില് പോന്നിട്ടും ബിൽഡിംഗ് പോന്നിട്ട് അതിനെ ഉൾക ദമ്മ് കെട്ടിയിട്ട് മണ്ണിടലിലായിട്ട് മരിക്കുന്ന ആളുണ്ടല്ലേ. അങ്ങനെ എല്ലാവർക്കും ഷഹീദിന് കൂലി ഉണ്ടോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുടോ, അല്ല നിങ്ങളൊട്ടിಗೆ ഖൈർ ഉദ്ദേശിക്കറാണ്, അല്ല നിങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ആഖിറത്തിൽ തരണ ഉദ്ദേശിക്കറാണ്. ദുനിയാവിൽ നിങ്ങൾ ബേനായത്തര ഇബാദത്ത് എന്തും ചെയ്യുന്നില്ല, ദുനിയാവിൽ നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന വലിയ ഒരു ആലിമല്ല, പക്ഷെ അല്ലാഹു നിങ്ങൾക്ക് ആഖിറത്തിൽ വലിയ സ്ഥാനമാണ് തര ഉദ്ദേശിച്ചിരാണ്ട് കണ്ടെങ്കിൽ അല്ല ദുനിയാവിൽ മുസീബത്തിനെ തണ്ട, അല്ല ദുനിയാവിൽ നിങ്ങൾക്ക് വലിയ വലിയ രോഗത്തെ തണ്ട. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില് പ്രഗൽഭരായ രണ്ട് സ്വഹാബിക മദീനത്തെ തെരുളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു. ഒരു കറുത്ത ഒരു പെണ്ണ് എതിരിലിങ്ങനെ നടന്നുകൊണ്ട് പോണ്ടു.
ഭയങ്കര കറുത്തിട്ടുള്ള കനിക്കത്തെ ഒരു പെണ്ണിങ്ങ നടന്നോട്ട് പോകുമ്പോ ഒരു സ്വഹാബി പിന്നൊരു സ്വഹാബിരൊട്ടിക കേക്കട് അല്ലാഹുടെ സ്വർഗത്തുക പോണ്ട പെണ്ണിങ്ങളെ നിങ്ങൾക്ക് നോക്കണ അള്ളാന്റെ സ്വർഗാവകാശിയായ പെണ്ണിങ്ങളെ നിങ്ങൾക്ക് നോക്കണ അള്ളാന്റെ സ്വർഗാവകാശിയായ പെണ്ണിങ്ങളെ നോക്കണോട്ട് പിന്നൊരു സ്വഹാബി ചൊല്ലുമ്പോഴത്തേക്കോ ആദിഹിൽ മർഅതു സൗദാ ഈ കറുകറുത്ത പെണ്ണിങ്ങൾ അള്ളാഹുടെ സ്വർഗാവകാശിയാൻ ഈ കറുത്ത പെണ്ണിങ് അള്ളാന്റെ സ്വർഗാവകാശിയാ ആ സ്വഹാബി കേക്കടി എങ്ങനെ നിങ്ങൾ അതിൽ ചൊല്ലുടേ അല്ലാഹുടെ സ്വർഗത്തെ അവകാശിന്റെ എങ്ങനെ നിങ്ങൾ ചൊല്ലുടേ ആ സ്വഹാബി ചൊല്ലുടൂ ഈ പെണ്ണിങ് അള്ളാന്റെ റസൂലെ ഹദ്റത്ത് കൊടുക്ക വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ് നബിയേ എനക്കൊരു രോഗ ബാധിച്ചിരു നബിയേ അള്ളാന്റെ റസൂലിട്ടിക പുൽപുട്ടോണ്ട് വന്ന പെണ്ണിങ്ങൾ ചൊല്ലുടൂ നബിയേ എനക്കൊരു ഫിഡ്സ് പോലത്തെ ഒരു രോഗ ബാധിച്ചിരു നബിയേ കൽಗೆ ഹബർ തപ്പി പോണ്ട് നബിയേ കൽಗೆ കൊറക്ക സ്വയം ഇല്ലാണ്ട് പൂലുടെ കനിക്കത്തെ സീക്കാണ് നബിയേ അള്ളാന്റെ റസൂലിനക്കൊന്നു ദൂരക്കൊന്നു നബിയേ നബി തങ്ങൾ നിന്റെ രോഗ ഇല്ലാണ്ട് അവകു ദൂരക്കോരു നബിയേ ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പെണ്ണിങ്ങളൊട്ടിക്ക് ചൊല്ലുടൂ അല്ലാഹു നിങ്ങൾക്ക് തന്നെ രോഗ ആ രോഗത്തെ നിങ്ങൾ സബറാക്കിയിട്ട് ക്ഷമിക്കിടാറിട്ട് കണ്ടെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗത്തെ തണ്ട് അതല്ലാ തടയണുകാവില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നാണ് അല്ലാഹു ഒട്ടിക രോഗത്തെ സുമറാക്കണു തുറക്കിട അല്ലാഹ് നിങ്ങളുടെ രോഗത്തെ സുമറാക്കി തണ്ട ഈമാനുള്ള പെണ്ണിങ് അല്ലാഹുവിന്റെ റസൂലിട്ടിക ചൊല്ലുടൂ നബിയേ ഈ രോഗത്തിക്ക് പത അല്ലാഹു സ്വർഗത്തെ തണ്ടാണ്ട് കണ്ടെങ്കിൽ ഈ സീക്കനക്ക് സുമറാവിടെ വേണ്ട നബിയേ ഈ സീക്കടെ മരിക്കോളനാണ് സബറാക്കിടെ നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ ഇത് അല്ലാഹുവിന്റെ സ്വർഗത്തിക്ക് പോണ്ട പെണ്ണിങ്ങളാണ് അല്ലാഹ് കൊടുത്ത രോഗത്തെ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കര കനിക്കത്തെ ഈമാനുള്ള പെണ്ണിങ്ങ അല്ലാഹ് കൊടുക്കര മുസീബത്തുണ്ടല്ലോ പെണ്ണിങ്ങള് വലിയ വലിയ രോഗത്തെ ചിലപ്പോ അല്ലാഹു കൊടുക്കട എന്തൊക്കെ വേണ്ടി കൊണ്ടുണ്ടാ ആഖിറത്തിൽ ഉന്നതമായ പദവി കൊണ്ട് അലങ്കരിക്കണക വേണ്ടിയാ ഈ രായത്തെ ഒരു സഹോദരി സഫ്വാന ചൊല്ല ഒരു സഹോദരി സഫ്നാസ് ചൊല്ല ഒരു സഹോദരി സുബ്ഹാനല്ലാഹ് ചെറിയ വയസ്സിലെ ഒരു സഹോദരി അതാ ജീവൻ മരണസ്ഥിതിയിൽ ഹോറാട കണക്കത്തെ ഒരു പരിസ്ഥിതിയിൽ ഐസിയുലാണ് മൈക്കാതെ അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിലെ ഐസിയുലാണ് പടച്ചവനെ സഫ്നാസ് ചൊല്ല സഹോദരിക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ് പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് ആ കുടുംബത്തിന് നീ സമാധാനത്തെ കൊടുക്കണേ റബ്ബേ അല്ലാഹു ആ കുടുംബത്തിന് അല്ലാഹു സന്തോഷത്തെ കൊടുക്കട്ടെ നല്ല ആരോഗ്യത്തോടുകൂടി ആ ഹോസ്പിറ്റലിൽ മടങ്ങുക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എൻ്റെ ഈമാനുള്ള കല എന്ത് അല്ലാഹു രോഗത്തെ കൊടുക്കട്ടെ ആഖിറത്തിൽ വലിയ പദവി കൊടുക്കട്ടെ ആഖിറത്തിൽ അല്ലാഹു വലിയ പദവി കൊടുക്കട്ടെ ദുനിയാവ് ഞങ്ങൾക്ക് ആർക്കും ശാശ്വതമല്ല എപ്പോൾ വേണമെങ്കിൽ മരിക്കല്ലേ ഏത് സമയത്തിൽ വേണമെങ്കിലും എഞ്ചി പോയ കനിക്ക മനുഷ്യന്മാർ മരിക്കില്ലേ ഈ കൊറോണ ബണ്ടേക്ക് മരണം അത്ര വലിയ സ്പീഡിലില്ലാത്ത ഈ കൊറോണ വന്നു പോയാൽ പിന്നെ നിങ്ങൾ നോക്കല്ലേ എത്ര ബാലകാരന്മാർ മരിച്ചാർ എത്ര ചെറിയ ചെറിയ വയസ്സിൽ ആൾമാർ മരണപ്പെട്ടു പോയാർ കൊറോണ വന്ന് പോയാൽ പിന്നെ സുബ്ഹാനല്ലാഹ് എത്ര ആൾമാർ മരിച്ചാർ ചെറിയ ചെറിയ വയസ്സിൽ കൊറോണ വന്ന് പോയാൽ ഞങ്ങൾ ആർക്കെങ്കിലും ഇനിയെങ്കിലും ഞങ്ങൾ പേടി വന്നറ മരിപ്പ് ഞങ്ങളെ കണ്ണെടുത്തില്ല കണ്ടിട്ട് ഞങ്ങളെ അടുത്ത ചങ്ങായിമാർ മരിച്ചാർ ഞങ്ങളെ കുടുംബത്തിൽ പെട്ടങ്ങ് മരിച്ചാർ ഞങ്ങളെ നെരടങ്ങ മരിച്ചാർ ഞങ്ങളെ റായത്തിൽ പെട്ട പല ആൾമാരും മരിച്ചാർ ഞങ്ങൾക്ക് ഇനിയും ആ മരണത്തെ ഒരു പേടി ഞങ്ങൾക്ക് വന്നറ മരിപ്പിടെ പേടി ഞങ്ങൾ ആർക്കെങ്കിലും വന്നറ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ മയ്യത്ത് കൊണ്ടുപോയ ആൾമാർ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കല്ലേ ഞങ്ങൾ മയ്യത്തിനൊട്ടിಗೆ ഞങ്ങൾ പോകേണ്ട പല ആൾമാർ സുബ്ഹാനല്ലാഹ് ഇണ്ട് മരിച്ചൗത്തിൽ പോലും ചിരിക്കിടെ കളിക്കിടെ കണിക്കത്തെ ഒരവസ്ഥ മരണം സംഭവിച്ച മരിച്ച കണിക്കത്തെ ഔത്തിൽ പോലും ചിരിക്കിടെ കളിക്കിടെ കുടുംബത്തെ ആൾമാർ വന്നുകൂടി അങ്ങ് മരിച്ചവിടെ സുബ്ഹാനല്ലാഹ് ഞാൻ ഇതിനിടയ്ക്ക് ഒരു മരിച്ചവിടേക്ക് പോയ ഒരാളൊരു സഡൻ മരണം
നല്ല ആരോഗ്യത്തോടു കൂടി കിടന്നുറങ്ങിയ ആള് സുബൈ എണിക്കില്ല. സഡൻ ഒരു മരണം സംഭവിച്ചു. ഞാൻ ആ മരച്ചൗത്ത് പോയിട്ട് യാസീനോദിട്ട് ദൂരക്കൊമ്പത്ത് സുബ്ഹാനല്ലാഹ് പല ആൾമാറും വന്നിട്ട് തെച്ചാർ യാസീനോദോ കൂടിയ ആ മർച്ചകനിക്കെത്താളുടെ ഏറ്റവും അടുത്ത കുടുംബത്തിൽ ബന്ധുക്കളിൽപ്പെട്ട ഒരു 2-3 ആൾ സുബ്ഹാനല്ലാഹ് അപ്പുറത്ത് നോക്കടെ കൂടെ യാസീനോ തുറക്കുമ്പോൾ ചിരിച്ചോട്ട് എന്തിനാ അഭിഷേകിച്ചൊന്നിട്ട് തമാശ കളിച്ചോളാർ മരണം സംഭവിച്ച ഞങ്ങൾ ഈ മാനം എവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് ആലോചനയാക്കി നോക്കറോ. എൻ്റെ ഈ പിരിസത്തെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നെത്തിലെ പദവിലുള്ള ഓരോ സഹോദരിമാർ ചിന്തിക്കുന്നത് വേണ്ടി ചൊല്ലേ മരണം സംഭവിച്ച് മയ്യത്തുള്ള കനിക്കത്തെ ഒരൗത്തുല് പോലും ഞങ്ങൾക്ക് ചിരിക്കൊണുക ആവിടുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് ആലോചനയാക്കും. നിങ്ങൾ ആലോചനയാക്കി നോക്കൂ, ചിന്തനാക്കി നോക്കൂ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലിയ ദുനിയാവിടെ എല്ലാ സന്തോല നിങ്ങളുടെ മനസ്സിൽ ഇല്ലാണ്ടാവണക്ക് വേണ്ടിയിട്ട് ആഖിറത്തെ ഓർമ്മയാവണക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കണോ. മരിച്ച ആൾമാരെ മറമാടിയ കനിക്കത്തെ ജാഗ ഉണ്ടല്ലേ ഖബറു, ആ ഖബറിനെ മുട്ട നിങ്ങൾ ഒന്ന് പോയിട്ട് പറഞ്ഞു എന്തുകൊണ്ടുണ്ടാ നിങ്ങൾക്ക് ആഖിറത്തെ നെനപ്പ് പറക്ക് വേണ്ടിയിട്ട്. മരിച്ചൗത്തുക മയ്യത്തിലെതിരകല്ല മരിച്ച ആൾമാരെ മറമാടിയ കനിക്കത്തെ മണ്ണ് നോക്കിയെങ്കിലും ഈമാനുള്ള ആൾക്ക് ആഖിറത്തെ ഓർമ്മ വേണ്ട പേടിയാവുണ്ട്. നിങ്ങൾ ആലോചനക്കോർ നല്ലോണം മരിച്ചിട്ട് മണ്ണായിട്ട് മണ്ണിരടിയിൽ കിടപ്പാട്ടിയൊക്കെ എനിക്ക് മയ്യത്തുണ്ടല്ലേ മറമാടിയ ജാഗ ആ മയ്യത്തിന് അടിയിൽ ബലത്തിട്ട് മയ്യത്ത് എന്തോടെ കാണില്ല കാലി ഒരു മൈതാന മാത്ര ആ ജാഗക്ക് പോയെങ്കിലും ഖൽബുൽ ഒരു പശ ഈമാനുണ്ട അവനക്ക് ആഖിറത്തെ പേടി കൊണ്ട് പടച്ചോനെ നാളെ നാണും ഇതേക്ക് എനിക്കല്ല വന്ന് കിടക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തപ്പ് വന്നുപോയി, എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞിട്ട് എന്തെല്ലാം തപ്പാക്കില്ല, തിരിയാട്ട് എന്തെല്ലാം വന്നുപോയി, ആർക്കും കാണാണ്ട് രഹസ്യമായിട്ട് ഞാൻ എന്തെല്ലാം ആക്കില്ല, പരസ്യമായിട്ട് ഞാൻ എന്തെല്ലാം ആക്കില്ല, ചെറിയ തപ്പ് എത്ര വന്നിട്ട് വലിയ തപ്പുകൾ എത്ര വന്നിട്ട് ഞാൻ അല്ലാഹുവേ സഡൻ ഇതുപോലെ മറിച്ചിട്ട് ഈ ഖബറുക്ക് മണ്ണിരടിക്ക് പറയുമ്പോൾ എൻ്റെ പരിസ്ഥിതി എന്തായിട്ടിക്കൂ മനസ്സ് അവർ പേടി പണ്ട് ഖബറടക്കെ ജാഗയെ പോയെങ്കിൽ ഖൽബുലൊരു ഈമാന്റെ പശയുന്നെങ്കിൽ ഈമാന്റെ അംശ ഹൃദയത്തിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഖബറുസ്ഥാനല്ല മയ്യത്തിന് എതിരിൽ നിന്നെങ്കിൽ പോലും ഞങ്ങൾ ചിരിക്കവേണ്ടി. അതാണ് മരിച്ചവത്തിൽ ചിരിക്കുന്ന ആൾമാരുടെ ಬಗ್ಗೆ ചൊല്ലുകൊള്ളു. അള്ളാന്റെ റസൂൽ സ്വഹാബികളുടെ ചൊല്ലു സ്വഹാബ സൗണ്ട് അള്ളാന്റെ റസൂൽ സ്വഹാബികളുടെ ചൊല്ലു സ്വഹാബ നിഗമീത്ത് ഒരു മരിച്ചവത്തുക പോയെങ്കിൽ അഥവാ ഒരു രോഗിയായ ഒരാളെ നിങ്ങൾ സന്ദർശിച്ചെങ്കിൽ രോഗിയായ ആളിക്കടലെ ഉഷാറില്ലാണ്ട് കിടത്തത്തിലായ ആൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സീക്കിൽ ഒരു ആക്സിഡന്റ് ആയ ആൾ ഞങ്ങൾ സന്ദർശിക്കുക പോയാൽ അല്ലെങ്കിൽ നല്ല പണി വന്ന ആൾ ഞങ്ങളുടെ പോലും പള്ളിക്ക് ഇമാം ജമാഅത്ത് വന്നുകൊണ്ടിരുന്ന ആൾ അയാളെ കാണ്ടില്ല കാരണം കേൾക്കുമ്പോൾ നല്ല പണിയുള്ള ഒന്ന് നേരെ പോയിട്ട് സന്ദർശിക്കൊടുക്കുക പോയാൽ അഥവാ മരണപ്പെട്ടു പോയ കനിക്കത്തെ ഒരു മയ്യത്ത് ഉള്ള കനിക്കത്തെ ഒരു ഔത്തുക പോയാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു ഇദാ ഹദറതുൽ മരീദ അവിൽ മയ്യിത സ്വഹാബ നിങ്ങമീത്ത് ഒരു മരണപ്പെട്ടു പോയ ഒരു മയ്യത്തുള്ള ഔത്തുക പോയാറുണ്ട് കണ്ടെങ്കിൽ അഥവാ ഒരു രോഗിയായ മനുഷ്യവുള്ള ഔത്തുക പോയാറുണ്ട് കണ്ടെങ്കിൽ ഫഖൂലു ഖൈറാ അവിടെ ഖൈറ മാത്രം നിങ്ങൾ മുണ്ടൊന്ന് സ്വഹാബ. അല്ല പൊരുത്തപ്പെടാത്ത ഒരേ ഒരു പദ പോലും നിന്റെ നാവില് പറകു തീരാ. ഒരു രോഗിയായ മനുഷ്യരെ കൂടമാ നിങ്ങൾ ഉള്ളത്, ഒരു മയ്യത്തിന്റെ കൂടമാ നിങ്ങൾ ഉള്ളത്, ഒരു മയ്യത്ത് മറമാടെ ജാഗല ഖബർസ്ഥാനത്തിലാ നിങ്ങൾ ഉള്ളത്. അഥവാ ഒരു മയ്യത്തിന്റെ ഗുണപോകുമ്പോ മയ്യത്തിന്റെ കൂടമേ നിങ്ങൾ നടക്കരുതാ. അഥവാ ഒരു മയ്യത്ത് കിടപ്പാട്ടിലുള്ള ഒരു ആളെ ഔത്യ ബായിൽ കട നിങ്ങൾ ഉള്ളമാ എങ്കിലാ പരിസരത്തിൽ നിൽക്കട ഈമാനുള്ളകള് നാവുല് നല്ല ലഫ്ളല്ലാത്തത് ബറകു തീരാ. ലോകത്തെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു ഫഇന്നൽ മലായിക തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങളുടെ നാവുല ജാഗല എന്തൊര പലക ബണ്ട സ്വഹാബ, നിങ്ങളുടെ നാവുല എന്തൊര പലക ആ ജാഗല ബണ്ട മയ്യത്തിനെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോ എന്തൊര നിങ്ങളുടെ നാവുല ബണ്ട. അഥവാ രോഗിയായ മനുഷ്യരെ കൂടെ ഇക്കുമ്പോ നിങ്ങളുടെ ബായിൽ എന്തൊര ബണ്ട ആ പലകത്ത് ആമീൻ ചൊല്ലുന്നു. അവിടെ ഒരുപാട് മലായികകളുണ്ട്. അതുകൊണ്ട് മയ്യത്തിന്റെ ജാഗലും രോഗിയായ മനുഷ്യന്റെ ജാഗല് നല്ലതല്ലാത്തത് പലക പരിയോഗ തീരാ. മയ്യത്തിനെ മുട്ട പോയിട്ട് പോലും ഗീബത്ത് ചൊല്ലുടെ ആളുമാരില്ല സഹോദര. മരിച്ചൗത്തുക പോയിട്ട് പോലും നമീമത്ത് ചൊല്ലുടെ പെണ്ണുങ്ങളില്ലേ എന്റെ ഈ വാറുള്ള സഹോദരിമാര്. എത്ര
നല്ല നിസ്കരിക്കുന്ന ആളുമാര്, എത്ര റമദാനിൽ നോമ്പ് പിടിക്കുന്ന ആളുമാര്, എത്ര പാവപ്പെട്ട ആളുമാർക്ക് സഹായിക്കുന്ന സ്വതക്ക കൊടുക്കുന്ന ആളുമാര്, നാവിടെ നല്ല കൊണുകാവില്ല, നാവിടെ ജാഗ്രത കൊണുകാവില്ല. എല്ലാ ഇബാദത്തും നിഷ്ഫലമായി പോണുള്ള ഒരു സ്വരമാണ് നാവിടെ ജാഗ്രത കാണിക്കൊണുകാവിടത്. നാവിടെ സൂക്ഷിക്കൊണുകാവാത്ത ഒരാളുണ്ടല്ലേ. എത്ര വില ഇബാദത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ആ ഇബാദത്ത് കൊണ്ട് ഒരു പ്രയോജനവും ആഖിറത്തിൽ കിട്ടാല. അതുകൊണ്ടാണ് ലോകത്തെ നേതാവായ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടെ, നിങ്ങളെ രണ്ട് ചിരിയുടെ ഇടയിലുള്ള നാവുണ്ടല്ലേ, നിങ്ങളെ രണ്ട് കാലുടെ നടുലുള്ള ഗുഹ്യ ഭാഗമുണ്ടല്ലേ, അത് രണ്ടിനെ നിങ്ങൾ സൂക്ഷിക്കരാണ്ട് നക്ക് ഒരാള് ഗ്യാരണ്ടി തണ്ടെങ്കിൽ നാവുടെയും ഗുഹ്യ ഭാഗത്തെ നാണ് ജാഗ്രത ആക്കടാണ്ട് ഒരാളെ അല്ലാഹുവിന്റെ റസൂലുക ഭരവസ കൊടുക്കരേണ്ട് കണ്ടെങ്കിൽ വല്ലാഹി അവനുക സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ജാമീന. തന്റെ ഈമാനുള്ള നെത്തിലെ പദവിടെ മുസ്ലിമേ, നാവിടെ നല്ലോണം ജാഗ്രത ആക്കണു. പരിശുദ്ധ റമളാൻ പറമ്പത്തുകൂ, പരിശുദ്ധമായ റമളാൻ പറമ്പത്തുകൂ, പണ്ട് ഞായറാഴ്ച രണ്ട് ബറാഅത്ത് പറമ്പത്തുകൂ. എത്ര ഔത്തുലത ബണ്ണാത്തര ബല എടുത്തിട്ട് അവ ചന്താക്കടേ, എത്ര ഔത്തുലത ഓരോ ബെഡ്ഷീറ്റ് കൽകിട്ട് ചന്താക്കടേ, തടങ്ങാണിര വര പോലും കൽകിട്ട് ശുദ്ധാക്കിട്ട് ഇടീ അവവും ഔത്തെ പരിസരവും എല്ലാത്തെ ചന്താക്കടേ. വർഷത്തുകൂർക്ക ബറാഅത്ത് പറമ്പത്തുള്ള സമ്പ്രദായമല്ലേ. റമളാൻ പറമ്പത്തുക അല്ലാഹുടെ പള്ളി ക്ലീനാക്കൊണു കാലമാറുണ്ടു. റമളാൻ പറമ്പത്തുകു പള്ളി കൽകിട്ട് ചുറ്റുഭാഗത്തെ ചന്താക്കട ബാലകാരമാറുണ്ടു. റമളാൻ പറമ്പത്തുക അവത്തെ കൽകിട്ട് ചന്താക്കട ആളമാറുണ്ടു. നാണൊന്നു കേക്കട്ടെ ഈമാനുള്ളങ്ങളെ, റമളാൻ പറമ്പത്തുകും ബറാഅത്ത് പറമ്പത്തുക അവത്തെ ചന്താക്കണു, പള്ളിരെ ചന്താക്കിടണു, അങ്ങാടി ചന്താക്കിടണു, അവത്തെ ഉൽഗത്തെ ശുദ്ധാക്കിടണു. റമളാൻ പറമ്പത്തുകു നിന്റെ കൽബുടെ നിക്ക് ശുദ്ധാക്കണു സാധ്യമായിടാ. അവ കൽകി ശുദ്ധാക്കണു മനസ്സിനെ ഒന്ന് ശുദ്ധാക്കണുകായിടാ. മുസ്ലിമേ, പക ഉള്ള ഉണ്ടിട്ട് ഇനിയും പകയിലെ നീന് ജീവിച്ചോണ്ടുള്ളേ. കുടുംബത്തിൽപ്പെട്ട ആളുമാര് എത്രമാ വർഷത്തിലുണ്ട് നിസ്സാരമായ കാരണത്തിന് വേണ്ടി കുടുംബക്കാരുട്ടിക പോലും പിണങ്ങി നിന്റെ ഉണോ. എത്ര റമളാൻ കഴിഞ്ഞു പോയിത്ത്, എത്ര ബറാഅത്ത് കഴിഞ്ഞു പോയിത്ത്. ഒന്ന് പോയി സലാം ചൊന്നിട്ട് പിണക്കത്തെ അവസാനിപ്പിച്ചെങ്കിൽ എന്റെ സഹോദര, അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിരുട്ടിക ചൊല്ലുടൂ, അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിരുട്ടിക ചൊല്ലുടൂ. മാരകമായ രോഗത്തിൽ നിന്ന് കാവൽ വേണ, സഡന്ന മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ വേണ, അല്ലാഹു തന്നെ സമ്പത്തിൽ നിങ്ങൾക്ക് ബർക്കത്ത് വേണ. ചൊമ്മ സമയം മരിക്കാണ്ട് ദീർഘായുസോടുകൂടി നിങ്ങൾക്ക് ജീവിച്ചിട്ട് ദുനിയാവില് ബാക്കിയാവണ. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളൊട്ടിക കേക്കട്, ദീർഘായുസ് വേണോട്ട് ആരകാശമുണ്ട് സ്വഹാബ, സഡന്ന് മരിക്കണു തീരാണ്ട് ആരകാശമുണ്ട് സ്വഹാബ, അല്ലാഹു ധാരാളം സമ്പത്ത് തരണുണ്ട് ആരകാശമുണ്ട് സ്വഹാബ. നബി തങ്ങളെ സ്വഹാബത്ത് ചൊല്ലോടോ, നബിയെ അതിലാരക നബിയെ ആശയില്ലാതെ, അതിലാരകാശയില്ലാത്ത നബിയെ നെത്തിലെ പദവുలు നിന്റെ വാത് കേൾക്കണു മജ്ലിസുന്നൂരെ. ഈ സദസ്സുക വന്ന ഈമാനുള്ള മുസ്ലിമീങ്ങള്, നിന്റെ ഈമാനുള്ള പെങ്ങള് വേഗം മരിക്കൊണ്ടോണ്ട് ബിയാറവുള്ള ഏതെങ്കിലും ഒരാള് സദസ്സുലുണ്ടാ. മരിക്കൊന്നു ഉസ്താദ് 60 ವರ್ಷത്തോಳನಕ್ಕೆ ಮಿಂಜೋನೋಟಿಲ್ಲ, ನಾಪೋ ಬತ್ತಿಯ ಅವಿಡೇಕ ಮುನ್ನಲು ನಾನು ಮರಿಕೊನೋಟು. ನಿന്റെ മനസ്സിലെ ആഗ്രഹം ചൊല്ലുന്ന ആരെങ്കിലുള്ളാര 60 വർഷമായിട്ട് 70 വർഷമായിട്ട് 80 വയസ്സ് മുട്ടായ ആളുകൾ പോലും ഇനിയും ഒരുപാട് വർഷം ജീവിക്കണോട്ട് മനസ്സിൽ ആശ വണ്ടില്ലേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളുടെ കേൾക്കുമ്പോൾ സ്വഹാബത്ത് ചൊല്ലുന്ന എല്ലാവർക്കും ആശ ഉണ്ട് നബിയേ. അല്ലാഹ് ധാരാളം സമ്പത്തിനെ തരുണോ ചൊന്നിട്ട് ആശ ഉണ്ട് നബിയേ. അല്ലാഹ് ദീർഘായുസ് തരുണോ ചൊന്നിട്ട് ആശ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾക്ക് ചൊന്നു കൊടുക്കൂ, നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടണു, നിങ്ങൾക്ക് അല്ലാഹ് തന്നെ സമ്പത്തിലെ ബർക്കത്തുണ്ടാവണു. ഫല്യസില റഹിമഹു
കുടുംബ ബന്ധ ചേർക്കോറ് സ്വഹാബ. ദീർഘായുസ് കിട്ടുക അള്ളാന്റെ റസൂൽ മാരകമായ രോഗത്ത് സഡന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക അള്ളാന്റെ റസൂൽ എന്തിനു ചൊന്നി? കുടുംബത്തെ ബന്ധത്തെ നിങ്ങൾ മുട്ടാക്കോറു. ഒന്ന് കുടുംബക്കാരെ തമ്മിൽ സന്ദർശിച്ച് എല്ലാവരും ഒന്ന് പിരിസത്തിൽ പെരുമാറോറു. അള്ളാഹു ആയുസ്സരെ യാറാക്കി തല്ല. അള്ളാഹു സമ്പത്തിൽ ബറക്കത്തിലെ തണ്ട. ഇത് ജണ്ടലല്ലേ ഞങ്ങൾ ഇണ്ട് വലിയ നഷ്ടത്തിലും ബേജാറിലുള്ള സമ്പത്തില്ല. കഷ്ട എവിടെ നോക്കിയെങ്കിലും കഷ്ടം, എവിടെ നോക്കിയെങ്കിലും ബേജാറ്. പല ആൾമാരും പല സദസ്സുകൾ വന്ന് ദൂരെ കൊണ്ട് ചൊല്ലി ഉസ്താദെ അവ കെട്ടുകൊടുത്തിട്ട് 5 വർഷമായിട്ട് ഇനിയും സ്ലാപ്പ് ഇടണകായിട്ടില്ല. അവ കെട്ടണോണ്ട് ആശവുണ്ട് 15 വർഷമായിട്ട് ബാടികരവത്തിലുള്ള ഇനിയും നക്കൊരു തലയിടണക്ക് ഒരു 2 സെൻസ് ജാഗ എടുക്കൊണ്ടു പോലും ആയിട്ടില്ല. പല ആൾമാർക്കും ബേജാറുണ്ട്. സമ്പത്തില്ല, നെയ്പ്പിന്ന ആൾക്ക് ബർക്കത്തില്ല, അവത്തൊരു സീക്ക് തപ്പണകില്ല. അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലു കുടുംബ ബന്ധത്തെ മുട്ടാക്കോർ അള്ളാഹു സമ്പത്തിൽ ബറക്കത്തിലെ തണ്ട. കുടുംബ ബന്ധത്തെ മുട്ടാക്കോർ അള്ളാഹു ദീർഘായുസ് തണ്ട. പേടിയാ അവിടെ കനിക്കത്തെ മരണത്തിൽ നിന്ന് അള്ളാഹു സലാമത്താക്കറ. പല കാലത്തൊരു സമ്പ്രദായം പെരുന്നാൾ വന്നെങ്കിൽ ഞങ്ങളെ അബ്ബ ഞങ്ങളെ ഹിരി ആൾമാർ എല്ലാ മക്കളെ കൂട്ടിയിട്ട് എല്ലാ കുടുംബത്തെ ഒത്തുകൊണ്ട് സന്ദർശിപ്പിക്കും. എല്ലാ കുടുംബക്കാരെ ഒത്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകും. പലവർ സമ്പ്രദായത് പെരുന്നാൾ കഴിഞ്ഞെങ്കിൽ എല്ലാ പരസ്പര കുഞ്ഞുമ അപ്പത്തെ ഒത്തു പോണ്ടേ ഇപ്പുറത്തെ ഒത്തു പോണ്ടേ നിരക്ക് കുടുംബത്തെ ഒത്തുകല്ലേ. എങ്കിൽ ഇപ്പൊ ന്യൂ ജനറേഷൻ എങ്ങനെ പെരുന്നാൾ പണ്ടേക്ക് മുന്നല്ലോ നോമ്പുക മുന്നല്ലേ പ്ലാൻ ആക്കിയിട്ടായിട്ട് ഈ പെരുന്നാൾക്ക് ചുത്തൊക്കെ ഇന്നെ മൊത്തം പോണ്ടേ. ഈ പെരുന്നാൾക്ക് ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാൾക്ക് വയനാടുക്ക് പോയില്ല. ഈ പെരുന്നാൾക്ക് ഞങ്ങൾ കാശ്മീരത്ത് പോകണം, അല്ലെങ്കിൽ മൂന്നാർക്ക് പോകണു, അല്ലെങ്കിൽ ഊട്ടിക്ക് പോകണു, അല്ലെങ്കിൽ മൈസൂർക്ക് ബാംഗ്ലൂർക്ക് വണ്ടർലത്തേക്ക് പോകണു. ഞങ്ങൾ പല ഞങ്ങളെ പൂർവികന്മാർ കാട്ടിരുന്ന പെരുന്നാൾ പറയുമ്പോൾ കുടുംബ ബന്ധത്തെ എല്ലാവരും ഒന്ന് സന്ദർശനാക്കിയിട്ട് കുടുംബത്തെ അവർ ബാന്ധവ്യത്തെ ഒന്ന് കൂട്ടി ഉറപ്പിക്കണമുള്ള കണിക്കത്തെ ഏർപ്പാട്. എങ്കിൽ പുതിയ ആൾമാർ ഞങ്ങളുടെ ചിന്തയെല്ലാം ബദലാവണിയിട്ട് അള്ളാഹു ഞങ്ങൾ സമ്പത്തിനെ തന്നു. അള്ളാഹു ഞങ്ങൾക്ക് ഐശ്വര്യത്തെ തരുമ്പോത്തുകു, ഞങ്ങൾക്ക് കൊശിയിലെ നെമ്മതിരെ ജീവനത്തെ തരുമ്പോത്തുകു. ആ പല കാലത്തെ ജീവൻ അതെല്ലാം മറന്നുപോയി. പല കാലത്തിൽ സുബൈരെ മോന്തി തോല കൂലി സ്വറാക്കിയിട്ട് അബ്ബമാരെ ബണ്ടെ മോന്തിയാകുമ്പോത്തുകു മക്കൾക്ക് എന്തെങ്കിലും ഗുണമെന്നുണ്ട്. അതിനെ കാത്തു ദൈക്കടെ ഉമ്മമാർ അവർ പിരിസപ്പാട് ആ മാപ്പിളരൊട്ടികൊല്ലൊരു ബഹുമാന. ആ പെഞ്ഞായിരൊട്ടിക്ക് മാപ്പിള ഗുല്ലക്ക് എനിക്കൊരു പിരിസ ഇണ്ടെന്നെ ഈമാനുള്ളങ്ങളെ 1000 കെട്ടുകുണമെന്ന് കൊടുക്കുമ്പോത്തുകു ഞങ്ങളെ പെണ്ണിങ്ങ കൊണ്ടാ പിരിസപ്പാട്. ആ പെണ്ണിങ്ങരൊട്ടിക്ക് യാണിക കൊണ്ടാ പിരിസപ്പാട്. പരസ്പര വിശ്വാസം ഉണ്ടാ. ഒന്ന് മക്കളൊട്ടിക്ക് തെച്ചിട്ട് പലക്ക പറ്റുക അബ്ബക്ക് പുരുഷത്തുണ്ട ഉമ്മക്ക് പുരുഷത്തുണ്ട. ഞങ്ങൾ കുടുംബത്തെ ഉൾകൊള്ളിക്ക് എനിക്ക് അവർ ബർക്കത്ത് അല്ലാഹു അതിനെ നശിപ്പിച്ചേരാ. ആ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? പല കാരണങ്ങൾ കൊണ്ടാണ് ഈ മുസീബത്ത് വന്നത്. പല കാരണങ്ങൾ കൊണ്ട് പല കാലത്തിൽ സുബ്ഹാനല്ലാഹ് ഞങ്ങളെ പെണ്ണിങ്ങ മഗ്രിബിടെ ഇശാഇടെ ഇടക്കാറും അനാവശ്യമായ വിഷയത്തിന് ചെലവാക്കല ടൈം. മഗ്രിബിടെ ഇശാഇടെ ഇടക്കുള്ള സമയമുണ്ടല്ലേ, അത് പല ഔത്തുലും ഏത് ആള് നിങ്ങൾ നോക്കോറു ളുഹുർ അസ്ർ ഖളാക്കി ആള് പോലും മഗ്രിബ് നിസ്കാരത്തെ ഖളാക്കിരാൻ. മഗ്രിബ് ആ ടൈമിಗೆ നിസ്കരിക്കുവാറ്. ളുഹുർ അസ്ർ എല്ലാം ബേനെ ഗാനാര ഖളാ വീട്ടുവാറ്. പിന്നെ ഇശാ ബാങ്ക് വരേക്കും ആ മുസല്ലിലേ വെച്ചിട്ട് ഹദ്ദാദ് ചൊന്നുകൊണ്ടും മൗലൂദ് ഓതിയോണ്ടും മാല പാടിയോണ്ടും ദിക്റ് ചൊന്നുകൊണ്ടും അസ്മാഉൽ ഹുസ്ന ചൊന്നുകൊണ്ടും ബദരിയത്ത് പാടിയോണ്ടും നഫീസത്ത് മാല പാടിയോണ്ടും ഇന്നാർ അങ്ങനത്തെ ഒരു കാലഘട്ടം ഇന്ന് സുബ്ഹാനല്ലാഹ് ബിഗ് ബോസ് നോക്കാണ്ട് ഒരാൾക്ക് ഉറക്ക് വണ്ടിയിൽ അല്ല വേറെന്തെങ്കിലും നോക്കാണ്ട് ഒരു പെണ്ണിങ്ങക്ക് ഉറക്ക് വണ്ടിയിൽ ആണിക പോലും അത് എഡിക്റ്റ് ആയി പോയാർ. സുബ്ഹാനല്ലാഹ് അങ്ങനെ ഈ മാനോട് എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചനയാക്കി നോക്കൂ. ഇണ്ട് പല പള്ളിരും കത്തുപാട്ടിയോണ്ടും പല പള്ളിരെയും ജരിച്ചുകൊണ്ടും പല മദ്രസത്തുക്ക് തീ കൊടുത്തോണ്ടും പല പള്ളിരെ ഇമാമിങ്ങളെ കൊന്നോണ്ടുള്ള കനകത്തെ അവസ്ഥ ഞങ്ങളുടെ രാജ്യത്തിൽ നടക്കിട് ഞങ്ങളുടെ ദേശത്തിൽ നടക്കിട്. ഞങ്ങൾക്കത് വിഷയമേ അല്ല. ഞങ്ങൾ താളത്തേക്ക് പോയിട്ട് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഡാൻസ് ആക്കിയോണ്ടേ ഞങ്ങൾ താളത്തേക്ക് പോയിട്ട് പുതിയാമ്പിളെ കൂടെ പോയിട്ട് ഞങ്ങൾ ജൽസാക്കിയോണ്ടും അല്ല തന്നെ സമ്പത്തിലെ പട്ടാക്കിന്റെ രൂപത്തിൽ പൊട്ടുപാട്ടിയോണ്ടേ ഞങ്ങളെ ഇന്ത്യത്തിലെ എത്രമാ ജാഗല് കഞ്ഞിക്ക് പോലും ഒരു നേരത്തെ കഞ്ഞിക്ക് പറതാട്ട കനിക്കത്തെ പരിസ്ഥിതി കൊണ്ട് പല കുടുംബമുണ്ട്. ഞങ്ങൾ അള്ളാഹു തന്നെ സമ്പത്തിന് ഞങ്ങൾ കടലാസ് പോലെ കത്തുപാട്ടി തീർത്തോണ്ടുണ്ട്. അള്ളാഹു ഞങ്ങളെ മുസീബത്ത് തന്ന് പരീക്ഷയാക്കിയ കൊറോണ വന്നപ്പോ എത്ര ബല കോടീശ്വരനും കുടുംബത്തെ 25 ആള് മാത്രമേ ലോഡ് അല്ലെങ്കിൽ അപ്പ പോലീസ് വന്നുകൊണ്ടോണ്ടി 25 ആളെ കൂടിയിട്ട് മങ്ങിലാക്കിയ ബല പൈസക്കാർ പോലും വലിയ പൈസക്കാർ പോലും സുബ്ഹാനല്ലാഹ് എൻഗേജ്മെന്റ് അവിടെ നോക്കണോ ചില ജാഗിൽ 1000 ആൾമാർ കൂടിയിട്ട് എൻഗേജ്മെന്റ് എന്തിനാ ഒരു പെണ്ണിടെ ഒരാണ് നോക്കുക വേണ്ടേ 1000 ആൾമാർ എസ്റ്റിമേറ്റ് പൈസ ഉള്ള ഓരോ ആൾമാർക്കും അങ്ങനെ പൈസത്ത് കൊത്തിട്ടുള്ള കാർബാർ അതെ അള്ളാഹുടെ പള്ളി കുറെ കാർപ്പറ്റ് ഇടോക്കി വെക്കുമ്പോഴത്തേക്ക് പല ആൾമാർക്കും നെയ്പ്പില്ല
കടത്തിലുള്ള ബുദ്ധിമുട്ടിലുള്ള അല്ലെങ്കിൽ അള്ളാന്റെ പള്ളിക്ക് ബാരന്യങ്ങളൊന്ന് പൈൻറ്റാക്ക് പാട്ടണ ഒരു ഇത്തരം ചെലവാട് ചൊല്ലുമ്പോൾ പല ആൾമാർക്ക് ഭയങ്കര ബേജാർ. എന്തേ? ദാരിദ്ര്യ സമസ്യ ഉണ്ടോ? നെയ്പ്പില്ല, ഇപ്പൊ ബാണിയല്ല, കച്ചവടമില്ല. ഇതാര് കച്ചവടമില്ല ചൊല്ല? റായത്തിൽ വെച്ച് ഏറ്റവും വലിയ പൈസക്കാരനായ ആളായിട്ടിരിക്കും ചിലപ്പോൾ. റായത്തിൽ ഏറ്റവും വലിയ വാണ്യത്തെ ആളായിട്ടിരിക്കും. അള്ളാഹുടെ പള്ളിക്ക് ഒരു 5000 ഉറുപ്പ തറമ്പത്തും എതിർ പിറകെ നോക്കൂടെ. അതേ സമയത്തിൽ കൂലി സ്വറാക്കിടെ ആള് എൻ്റെ ഒരു 5 നാളത്തെ ഒരു വാരത്തെ ശമ്പള വേണമെങ്കിൽ ഒരു 2000 ഉറുപ്പ 3000 ഉറുപ്പ തൻ്റെ ചൊന്നൊരു കൊടുക്കൂടാ. പല ആൾമാർക്കും അല്ല പൊരുത്തപ്പെട്ട തരത്തിൽ സമ്പത്തിന് ചെലവാക്കണക്ക് മനസ്സ് വേണ്ടില്ല. അള്ളാഹുടെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ അങ്ങനെ സർവ്വതും അള്ളാന്റെ ദീനിക്ക് വേണ്ടി ത്യാഗാക്കിയാറ്. ആ ത്യാഗാക്കിയ ഫലമാണ് ഇന്നും 1400 വർഷം കഴിഞ്ഞിട്ടും ഓരോ പള്ളിയുടെ മിനാരത്തിൽ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അള്ളാഹുടെ ഭവനത്തിന് വന്നിട്ടുള്ള നിസ്കാരത്തിന് വേണ്ടി വിളിക്കൊടുക്കില്ല ധൈര്യയുടെ മുസ്ലിമേ. അത് ബദരീങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. ഖന്തക്കിലും ഖൈബറിലും തബൂക്കിലും ഹുനൈനിലും ഇതുപോലത്തെ 100 കണക്കിലുള്ള യുദ്ധത്തില് സ്വന്തം ജീവത്തെ പോലും ബലി കൊടുത്തിട്ടു കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചു പോയിട്ട് അല്ല കൊടുത്ത സമ്പത്തിന് എല്ലാതെ ഈ ദീനിടെ നിലനിർത്തുന്നതിന് വേണ്ടി ചെലവാക്കിയതിന് ഫലം കൊണ്ട് ഇന്നും അള്ളാഹുടെ ഭവനങ്ങള് വിശ്വാസത്തെ സമർപ്പിക്കണമില്ല, അള്ളാഹുക്ക് സുജൂദ് ചെയ്യണമില്ല ഭവനങ്ങളുണ്ടല്ലേ. ആ ഭവനങ്ങളുടെ ഒരാളെ പേടിയില്ലാണ്ട് 5 നേരം ബാങ്ക് വിളിക്കണു. ഈ അവകാശത്തിന് വേണ്ടി പോരാടിയത് സ്വഹാബത്താണ്. പരിശുദ്ധമായ കഅബാലയത്തെ മുന്നിലോ അല്ലാഹുവിന്റെ റസൂൽ പോയിട്ടൊന്ന് സുജൂദ് ചെയ്യ സമയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെരടിയുടെ മേൽ വണ്ടിയുടെ ചീഞ്ഞിട്ട് നാരുടെ ബോട്ടി കൊണ്ടുവന്ന് വെച്ചില്ലേ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്യുന്ന സമയത്തില് മദീനത്തെ പരിശുദ്ധമായ മക്കത്തെ കഅബാലയത്തെ മുന്നിൽ പോയിട്ട് ലോകത്തെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്യുന്ന സമയത്തില് സുജൂദിലെ തലവയത്തിനു നബി തങ്ങൾ ആവില്ല. ചീഞ്ഞ വണ്ടിയുടെ ബോട്ടിനെയും കരള് കൊണ്ടുവന്നിട്ട് ഇത്ര വലിയുള്ള വണ്ടിയുടെ ബോട്ടിനെ കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പെരടിന്റെ മേൽ വെച്ചിട്ട് മക്കത്തെ മുശ്രിക്കീങ്ങ ദൂരെ നിന്റെ തായി കൊട്ടി ചിരിക്കൊത്തുകോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഓടി വന്നിട്ട് ഹബീബായ തങ്ങളെ പെരടിന്റെ ബോട്ടിനെ വലിച്ച് കീഴിടുമ്പൊത്തുകോ. പുളുവായിട്ട് നാരുടെ ബോട്ടിനെ വലിച്ച് കീഴിടുമ്പൊത്തുകോ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലെ തലവയത്തിറ്. ലോകത്തെ നേതാവുക പോലും കഅബാലയത്തെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള അവസരത്തെ പോലും മക്കത്തെ മുശ്രിക്കീങ്ങളെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഈമാനുള്ളങ്ങളാ ആയിരക്കണക്കിലുള്ള പള്ളി നിർമ്മിച്ചിട്ട് അല്ലാഹുവിന് വേണ്ടി പരസ്യമായി സുജൂദ് ചെയ്യണോ. അല്ലാഹു ഞങ്ങൾക്ക് നിഅമത്ത് തന്നില്ലേ. അല്ലാഹു ഞങ്ങൾക്ക് ആ ശക്തിയെയും ഖുവ്വത്തിനെ തന്നില്ല മുസ്ലിമേ. നാണും നിങ്ങാക്കടെ തമ്മാടിത്തറ കൊണ്ടിട്ടു, നാണും നിങ്ങാക്കടെ ബടക്കത്തറ കൊണ്ടിട്ടു. അല്ലാഹു ഞങ്ങൾക്ക് പലതരത്തെ പരീക്ഷണ തന്നോട്ടുള്ള അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിങ്ങളൊട്ടിക ചൊല്ലോടു. നിന്റെ സമുദായമുണ്ടല്ലോ സ്വഹാബ, ഈമാനിൽ നിന്ന് വ്യതിചലിച്ചിട്ട് പിറകു ജാറുമ്പൊത്തുകൂ, ഇസ്ലാമിൽ നിന്ന് പിറകു ജാറുമ്പൊത്തുകൂ. ഖൽബുൽ അല്ലാഹുരൊട്ടുകുള്ള പേടിമായും പൊത്തുകൂ. അല്ലാഹു നിന്റെ സമുദായത്തിന് കൊടുക്കുന്ന ദുരന്ത എന്തിര കൊണ്ടുണ്ട് സ്വഹാബ. അക്രമിയായ ഭരണാധികാരി അല്ലാഹു ഭരണത്ത് കൊടുക്കുക. ഈ സമുദായത്തിൽ അല്ലാഹു തന്റെ മുസീബത്ത് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ. അക്രമിയായ ഭരണാധികാരിയുടെ കയ്യിൽ അല്ലാഹു അധികാരത്ത് കൊടുക്കുക. പോണാല് 100 വർഷത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ണിൽ കണ്ടതുപോലെ ഞങ്ങൾക്ക് ചൊന്നുവെച്ച പഴക്കമാണ്. അക്രമിയായ ഭരണാധികാരി യുസല്ലിതുഹുമുല്ലാഹു സുൽത്താനൻ ജായിറാ. അക്രമിയായ ഭരണാധികാരിയുടെ കയ്യിൽ അല്ലാഹു അധികാരത്തെ കൊടുക്കുക. കേട്ടില്ലേ നിങ്ങൾ? ലഅനത്താകപ്പെട്ട ഫിർഔൻ. ആരാണ് ഈമാനുള്ള പെണ്ണുങ്ങളെ ഫിർഔൻ കൊണ്ടുണ്ട? ആരാണ് സഹോദരിമാരെ ഫിർഔൻ കൊണ്ടുണ്ട? പരിശുദ്ധമായ അല്ലാഹു നാണേ ചൊന്നു വാദിച്ച കനികത്തെ ധിക്കാരിയാണ്. ഫിർഔൻ ഏത് ധിക്കാരി കൊണ്ടുണ്ട? അന റബ്ബുകുമുൽ അഅ്ലാ.
പരിശുദ്ധനായ അല്ലാഹു അത് നാണേട്ട് വാദിച്ച എനിക്ക് സർവാധികാരിയാ. ഫിറഔന് അല്ലാഹു കൊടുത്ത നിഅമത്ത് നിലകൊണ്ടുന്ന മുസ്ലിമേ, മരിക്കടെ സമയം വരേക്കും, മരിക്കടെ ഗലിക വരേക്കും ഫിറഔന് ഒരു ചെറിയ ഒരു സീക്ക് പോലും അല്ല കൊടുത്തില്ല. അല്ലാഹു ഫിറഔന് ധാരാളം സമ്പത്തിനെ നീട്ടി കൊടുത്തറാ. ഒരേ ഒരു സീക്കില്ല ഫിറഔനുകു. ഞങ്ങൾ പല ആളുമാറും ചൊല്ലേ പടച്ചോനെ ഉസ്താദെ, ഇത്തരം ആളുമാരെ കന്യായാക്കുമ്പോ, ഇത്തരം മുസ്ലിമീങ്ങളെ കൊല്ലുപാട്ടുമ്പോ, ഇത്തരം പള്ളി കത്തുപാട്ടുമ്പോത്തേക്ക്, ഇത്തരം പള്ളി ജരിപ്പാട്ടുമ്പോത്തേക്കു അവനൊരു രോഗം വന്നിട്ട് മരിക്കില്ലല്ലേ എന്റെ പല ആളുമാരെ ഞങ്ങൾ ചൊല്ലില്ലേ. എങ്കിലും നാണേ പരിശുദ്ധനായ അല്ലാഹു ചൊന്ന് വാദിച്ച് സർവാധികാരിയായ ഫിറഔനുകു അല്ല മരിക്കണത് വരേക്കും ഒരു രോഗത്തെ പോലും കൊടുത്തില്ല. ഫിറഔനുക്ക് അല്ലാഹു റോക കൊടുക്കാണ്ടിരിക്കണമെങ്കിൽ കാരണം എന്തിനു കൊണ്ടുണ്ട് മുസ്ലിമീങ്ങളെ ഫിറഔനുക്ക് അല്ലാഹു സീക്കര കൊടുക്കാൻ അത്ര മാത്രം സൗഭാഗ്യത്തെ കൊടുക്കണമെങ്കിൽ രണ്ട് കാരണം മുഫസ്സിരീങ്ങൾ ചൊല്ലി. ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ രണ്ട് കാരണം ചൊല്ലി ഫിറഔനുക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തേക്കും, ഫിറഔനുക്ക് അല്ലാഹു ആരോഗ്യത്തെ കൊടുത്തേക്കും. ആ രണ്ട് കാരണം ഞങ്ങളൊട്ടിക്ക് ഉണ്ട് കണ്ടോണ്ടില്ല. ഈമാനുള്ള മുസ്ലിമീങ്ങളൊട്ടിക്ക് ആ രണ്ട് കാരണം കണ്ടോണ്ടില്ല. ഒരു കാരണം ഫിറഔനുക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തേക്കും മുഫസ്സിരീങ്ങൾ ചൊല്ലി. ഫിറഔന് സുബൈക്ക് വേഗ ഫിറഔന് സുബൈക്ക് വേഗ എനിക്കിന്റെ സ്വഭാവം ധിക്കാരിയാണ്. ആള് വലിയ തമ്മാടിയാണ്. നാണെ പടച്ചോണു ചെന്ന് വാദിച്ച എനിക്കത്തെ ആള്. പക്ഷെ ഒരു സ്വഭാവം എന്തിനെ സുബൈക്ക് വേഗനിക്കൂ. എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, ഈ പള്ളിയിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗമ ചൊല്ലുമ്പോ എത്ര ആളതിരെ കേട്ട് പള്ളി എന്റെ ഈമാനുള്ള സഹോദരിമാർ എത്ര ആളതിരെ കേട്ടിട്ട് എനിച്ചിട്ട് അള്ളാഹുക്ക് വേണ്ടിയിട്ട് ആ ബാങ്കട കേൾക്കുമ്പോൾ സുബൈ നിസ്കാര ആവാണ്ട് നിസ്കരിക്കടാറി നെത്തിലെ പദവും പരിസരത്ത് ഒന്ന് ആലോചനാക്കും. ഫിറഔന് നിസ്കരിക്കില്ലെങ്കിലും ഫിറഔനിക്ക് ഇന്ന സ്വഭാവം ആ നേരത്തിൽ വേഗം ചോണ്ടിന്ന ആ നേരത്തിൽ വലിയ ബർക്കത്തുണ്ട്. സുബഹിയുടെ നേരത്തിലാണ് അള്ളാഹു മനുഷ്യന്മാർക്ക് റിസ്കടെ ഓതിയാക്കടെ കണക്കാക്കടെ. അള്ളാഹു ഓരോ നാളിലെ റിസ്കടെ അള്ളാഹു കണക്കാക്കടെ സുബഹിയുടെ നേരം, ഫജ്റിന്റെ സമയത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് ഇടയ്ക്കായി. അതുകൊണ്ട് പല ആൾമാർക്കും ദാരിദ്ര്യ പറകില്ല. കാരണം സൂര്യ ഉദിക്കിലേക്ക് മുന്നിൽ കിടക്കിടങ്ങ. സൂര്യ ഉദിക്കിലേക്ക് മുന്നിൽ സുബഹിയുടെ സമയത്തിൽ സൂര്യ ഉദിക്കിടക്ക് കിടക്കര ആൾമാർക്ക് അള്ളാഹു ദാരിദ്ര്യത്തെ കൊടുക്കട. ഒന്നല്ലെങ്കിൽ ഒരു കാരണത്തിന് മുസീബത്തിന് കൊടുക്കട. രണ്ടാമത് ഫിറഔനിന്റെ കനക്കത്തൊരു നല്ല സ്വഭാവം ഫിറഔന് ഭക്ഷണ സാമന തിന്നര സാമനത്തെ ഒരു വേസ്റ്റ് ആക്കാല. ഫിറഔന് നടക്കിടത്തേരുള്ള 6000 ഭക്ഷണത്തെ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആക്കിയിട്ട് എറിഞ്ഞിരാറുണ്ട് കണ്ടെങ്കിൽ ഫിറഔനെതിരെ പെരക്കിട്ട് കൽകിട്ട് തിന്നു, അല്ലെങ്കിൽ പിന്നെ ഒരാൾ തിന്നു കൊടുക്കൂ. അതിനെ പെടക്കാവൂ കൂടാല. ഫിറഔനിക്ക് ഇന്നൊരു സ്വഭാവം ധിക്കാരിയായ നാണെ പടച്ചോണു ചെന്ന് വാദിച്ച കനികത്തെ ഒരാൾക്ക് ഇന്ന് നല്ല ഒരു ഗുണയന്തര കൊണ്ടുണ്ട് റിസ്കടെ വേസ്റ്റ് ആക്കാല. ഞങ്ങൾ നിങ്ങൾ നോക്കോറിൽ ഇപ്പൊ റമദാന് പറകു പോണ്ടേ ഓരോ ലൗത്തെ തെങ്ങര കുളി നോക്കണം. എത്ര പിരിഞ്ഞി ഉണ്ട്, എത്ര സമൂസ ഉണ്ട്, എത്ര ബസരയുടെ പിണ്ടി ഉണ്ട്. ഓരോ ലൗത്തെ തെങ്ങര കുളി നോക്കണം. ഓരോ നാളും റമദാനിൽ നോമ്പ് തുറക്കണക്കാക്കിയ ഭക്ഷണം റമദാന് അള്ളാഹു ഞങ്ങളെ പൈക്കൊണക്ക് വേണ്ടിയിട്ട് അള്ളാഹുടെ ഓർമ്മിപ്പിക്കൊണക്ക് വേണ്ടി തന്നെ. പണ്ടിന്റെ റമദാൻ സുബ്ഹാനല്ലാഹ് നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരു തേങ്ങര കഞ്ഞാക്കി കുറച്ച് സർബത്താക്കിയെങ്കിൽ അതിൽ നോമ്പ് തുറക്കട്ടെ. പല ആളുമാറും അതും ഇല്ലാണ്ട് പള്ളിയിൽ നോമ്പ് തുറപ്പാട്ടുമ്പോൾ പള്ളിക്ക് ഓടി പോകേണ്ട ആശയിൽ എന്തെങ്കിലും ആരെങ്കിലും പൈസ ഇന്ന ആൾമാർ കൊടുത്തിട്ട് ഒരു പീസ് പച്ചക്കായ ഒരു ബൊപ്പൻകായ പീസ ഒരു സമൂസ കിട്ടി റോഡ് ഔത്തൽ അതും ഇല്ല. പക്ഷെ ഇണ്ട് സുബ്ഹാനല്ലാഹ് പള്ളിയിൽ നോമ്പ് തുറപ്പാട്ടുമ്പോൾ ആരെങ്കിലും പള്ളിയിൽ നോമ്പ് തുറക്കുക ആളില്ലെന്തേ അതിനെ കാണാൻ നല്ല ഐറ്റം ഔത്തലുണ്ട്. അല്ലാഹ് സമ്പത്ത് കൊടുത്തരാ. ഇത് 5 ഗಂಟೆಗೆ വെച്ചിട്ടെല്ലാം കാഞ്ഞിട്ട് പിടിച്ചിട്ട് 5 ഗಂಟೆಗೆ വെച്ചിട്ട് ടേബിളെല്ലാം ഉടുപ്പാട്ടി വെച്ചിട്ട് പിന്നെ ഗಂಟೆ നോക്കണേ ടേബിൾ നോക്കണേ ഗಂಟೆ നോക്കണേ ടേബിൾ നോക്കണേ. അവസാന ബാങ്ക് കൊടുക്കണിക്കൂടെ മുക്കരിക്കമീത്ത് മൈക്ക സമ്മണ്ടാണ്ട് സൊണ്ടം പൊത്തുകൊണ്ട് 2 സമൂസം ഒരു 3 ഈത്ത വല തിന്നിട്ടായി ബാങ്ക് കൊടുത്തിരല്ല അവിടെ കാലി സൊണ്ടി നോക്കിയില്ല മൈക്ക കണക്ഷൻ കൊടുത്തതല്ല സമായിരാണ്. പിന്നെ ഓൻ ചൊന്നെന്തിര അത് മുക്കരിക്കടെ തലയുടെ മേലെ കത്തട്ട് അയലെന്ത് മൈക്ക സൊണ്ടില്ല മുക്കരിക്കടെ തലേന്റെ മണ്ടരടുപ്പ് അയലെ തലയുടെ മേൽ കത്ത്. പല ആൾമാറും അങ്ങനെയുണ്ട് ചില വിഷയത്തിൽ. അത് അയലിന്റെ തലയുടെ മേൽ കത്തു, അല്ലെങ്കിൽ അത് ഔണ്ട് തലയുടെ മേൽ കത്തു, അത് നിന്റെ തലയുടെ ആരെ തലയുടെ മേൽ കത്തു, ആരെ തല മണ്ടരടുപ്പെന്തു അല്ല ഔണൗണാക്കിയത് ഔണൗണുക വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടു ഒരാളുമാക്കിയ തപ്പുടെ പിന്നൊരാള് ചുമക്കാല.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു ധിക്കാരിയായ ഫിർഔനു സർവാധികാരിയായ ഫിർഔനു ആ ഫിർഔനു അധികാരം കൊടുത്തരെ അല്ലാഹു എന്തൊക്കെ കൊണ്ടുണ്ട് മുസ്ലിമേ ബനു ഇസ്രായേൽ മുസ്ലിമീങ്ങൾക്ക് പാഠപടിപ്പാട്ടുക വേണ്ടിയാ ബനു ഇസ്രായേൽ ധാരാളം മുസ്ലിമീങ്ങൾ ഇന്നാറ് ഒരു കാലത്തങ്ങ് അള്ളാന്റെ പേടിച്ച് ആളുമാറായിട്ട് ഇന്നാറ് പക്ഷെ നാളിങ്ങനെ കഴിഞ്ഞതുപോലെ അള്ളാഹു കൊടുത്ത സമ്പത്ത് കാരണം കൊണ്ട് അള്ളാഹുടെ മതിമറന്ന് ജീവിക്കുക തുടങ്ങിയിട്ട് തമ്മാടികളായിട്ട് ബനു ഇസ്രായേൽക്കാര് ബദലായാറ് കള്ളു കുടിക്കുക തുടങ്ങിയാറ് പല അമലു പദാർത്ഥത്തെ സേവനാക്കുക തുടങ്ങിയാറ് പെണ്ണ് പിടിക്കണക തുടങ്ങിയാറ് ബഡ്ഡിര വ്യവഹാരാക്കുക തുടങ്ങിയാറ് ഒരു കാലത്ത് പ്രവാചകന്മാരുടെ നേതൃത്വത്തിലായി ജീവിച്ച ബനു ഇസ്രായേൽ തമ്മാടി തരം വർദ്ധിച്ചിട്ടാകുമ്പോ അള്ളാഹു ബനു ഇസ്രായേലിങ്ങൾക്ക് പാഠപടിപ്പാട്ടുക വേണ്ടിയിട്ട് ഫിർഔനു അള്ളാഹു അധികാരത്തെ കൊടുക്കുറാ ഫിർഔൻ ബനു ഇസ്രായേലിങ്ങളെ എല്ലാ തരത്തിലും ക്രൂരമായി ശിക്ഷിച്ചിട്ട് അവസാനം ബനു ഇസ്രായേലിങ്ങളെ വേറെ ഒരു മാർഗവും കാണാണ്ട് അള്ളാഹു കടത്തിയ അവസാനത്തെ അള്ളാഹു കടത്തിയ കനികത്തെ ആ സമുദായത്തെ ബനു ഇസ്രായേലിലെ പ്രവാചകനായി തെരഞ്ഞെടുത്ത കനികത്തെ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിട്ട് തൗബ ചൊന്നിട്ട് പരിപൂർണമായിട്ട് ഈമാന്റെ കേന്ദ്രത്തേക്ക് മടങ്ങിട്ടാമത്തുകൂ പരിപൂർണമായിട്ട് ഈമാനികമായിട്ട് അല്ലാഹുമായിട്ട് അടുക്കണു ബനു ഇസ്രായേൽ അങ്ങ് ശ്രമിക്കുമ്പോത്തുകൂ അല്ലാഹു ഫിർഔനെ നശിപ്പിച്ചതാ അത്രത്തോളം ഫിർഔന് ഭരണം നടത്തുന്നില്ല കാരണ ബനു ഇസ്രായേലിങ്ങൾക്ക് പാഠപടിപ്പാട്ടുക വേണ്ടി അല്ലാഹു ഫിർഔനെ തെരഞ്ഞെടുത്തതാ അതാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിനൊട്ടിക ചൊല്ലൂടെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണു നിങ്ങൾ തയ്യാറല്ലേ ഈമാന്റെ ലയത്തുക മടങ്ങുക നിങ്ങൾ വിശ്വാസത്തുക മടങ്ങുക തയ്യാറല്ലേ അക്രമിയായ ഭരണാധികാരിയുടെ അല്ലാഹു ഏൽപ്പിക്കുക അതല്ലേ ലോകത്തെ പല ജാഗകളും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ദുരന്ത അതല്ലേ ഈമാനുള്ളങ്ങള് ആഖിറത്തെ പേടിക്കാണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ ദുനിയാവില് പേടിക്കുന്ന പരിസ്ഥിതി ബന്ധ് അതാ ദുനിയാവില് ഖബറിനെ പേടിച്ച് ജീവിക്കണായ മുസ്ലിമോ ആഖിറത്തെ പേടിക്കണായ മുസ്ലിമോ ഖബർസ്ഥാനത്തേക്ക് പോയെങ്കിലും ചിരിക്കപ്പെട്ട കനികത്തെ അവസ്ഥക്ക് എത്തിപ്പോയില്ലേ എന്റെ ഈമാനുള്ള പിരുഷത്തെ ബാലക്കാരാ മയ്യത്ര കൊണപോമ്പത്തുക പോലും ചിരിക്കപ്പെട്ട എത്തരമാ സഹോദരന്മാരെ കാണ്ടില്ലേ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലുടു നാടും കൊരിയ സ്വഹാബിക പാതിര ജാബിക ഇങ്ങനെ ഖബർസ്ഥാനത്തെ മുട്ട നടക്കുമ്പോത്തുകൂ അതാ മദീനത്തെ പള്ളിയുടെ പരിസരത്തുള്ള ഖബർസ്ഥാനത്തില് ജാബിക ഇങ്ങനെ തീ ഇങ്ങനെ കത്തരത് കണ്ട് നബി തങ്ങളുടെ ചില സ്വഹാബിക നടക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂല ചില സ്വഹാബിക നടക്കുമ്പോത്തുകൂ ഖബർസ്ഥാനത്തിൽ ഇങ്ങനെ വെളിച്ച കാണ്ട് തീ കാണ്ട് അണ്ട് മൊബൈലിൽ ടോർച്ചില്ല അണ്ട് ഇതുപോലത്തെ ഒരു ബൾബും ഇല്ലാത്ത കാലത്തിൽ വെളിച്ചക്ക് വേണ്ടി സ്വഹാബത്ത് തീ കത്ത് പാട്ടുവാറ് മദീനത്തെ പള്ളിയുടെ പരിസരത്തിലുള്ള ഖബർസ്ഥാനത്തിൽ തീ ഇങ്ങനെ കാണുമ്പോഴത്തേക്കു സ്വഹാബിക പാതിര ജാബുക ഖബർസ്ഥാനത്തിൽ ആറുകൊണ്ട് നോക്കണക്ക് വേണ്ടി ഓടിയോണ്ട് ഖബർസ്ഥാനത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കു അല്ലാഹുവിന്റെ റസൂല് ഖബറുടെ ഉൽഗവുണ്ടു അല്ലാഹുവിന്റെ റസൂല് ഖബറുടെ ഉൽഗവുണ്ടു ഒരു സഹാബി മരണപ്പെട്ടു പോയേക്ക് പാതിര ജാവുക മയ്യത്ത് കൊണ്ടുപോകുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂല് മയ്യത്ത് പരിപാലിക്കുന്നു ആ മയ്യത്തിന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങളെ നടന്നിട്ട് പോയിട്ട് അവസാനം മദീനത്തെ പള്ളിയിലാ സ്വഹാബിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് മയ്യത്തിനെ മറമാടുക വേണ്ടി ഖബർസ്ഥാനത്തേക്ക് പോയപ്പോ ആ ഖബറുകയിൽ ആളാറ് കൊണ്ടുണ്ട മുസ്ലിമേ സ്വന്തം പെഞ്ഞായി മരിച്ചപ്പോ പോലും മാപ്പിളക ഖബറുകയിലൊണു പേടിയാണ് സ്വന്തം ബാപ്പയുടെ മയ്യത്തിനെ പോലും ഖബറുള്ള കിടപ്പാട്ടുണകിന്റെ മക്ക തയ്യാറല്ല ഉമ്മയുടെ മയ്യത്തിനെ പോലും ഒന്ന് ഖബറുള്ള കിടപ്പാടിട്ട് വലത്തെ ഭാഗത്തേക്ക് ചരിച്ചിട്ട് ഉമ്മയുടെ മേലുക മണ്ണ് പൂളാത്ത കനിക്ക് അതേ സ്ലാപ്പിടെ അതാ കോൺക്രീറ്റിന്റെ കല്ലിടെ മൂടുണുക മക്ക ഒരാളും തയ്യാറല്ല എങ്കിൽ അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ റസൂൽ തയ്യാറാ. അല്ലാഹുവിന്റെ റസൂൽ ഖബറുടെ ഉൽഗ സ്വഹാബിനെ മയ്യത്ത് വേണ്ടി ഖബറ് കഴിഞ്ഞിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളെ കാണുമ്പോൾ നബി തങ്ങൾ ചൊല്ലുന്നു, നാവിലൂനി സാഹിബകൂ, നിങ്ങളുടെ കൂട്ടുകാരനായ സ്വഹാബിയുടെ മയ്യത്തിനെ വന്നു ചന്ത ഒരു കിടാവിടെ വയറ്റി തന്നതുപോലെ തറു സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ ആരാണ് നിന്റെ മുസ്ലിമേ? തെല്ല് പൈസ കിട്ടുമ്പോ കിബറ് കൊണ്ട് അഹങ്കാരം കൊണ്ട് നടക്കുന്ന ആളില്ലേ? ലോകത്തെ നേതാവായ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം കണ്ടു പഠിക്കണ്ടേ? ഒരു സ്വഹാബിനെ മയ്യത്തിനെ മറമാടുക വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ഖബറ് കിഴിഞ്ഞിര്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, ആ മയ്യത്തിനെ ചന്തവൊന്ന് ഉദ്ദാക്കിട്ട് തറു സ്വഹാബ. പല ജാഗലും മയ്യത്തിനെ കബറുകിലിക്കുന്ന അവസ്ഥ എങ്ങനെ കൊണ്ടുണ്ട മുസ്ലിമേ? മയ്യത്തിനെ തലഭാഗത്തും കാലടി ഭാഗത്തിലെ തുണി തെല്ലി ആറെ വന്നിട്ട് കെട്ടിട്ട് വെച്ച ജാഗവുണ്ടല്ലേ, ആ തുണിരെ മുന്നിരെ പൊയ്യയുടെ ഗോണി ഉദ്ദാക്കിയതുപോലെ പുറത്തോട്ട് കബറുകിലിക്കുന്ന അവസ്ഥ വന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ജാഹിലീങ്ങളെ മയ്യത്തുദ്ദാക്കിന്റെ കബറുടെ കിടപ്പാട്ടും പൊത്തുകൂ. ജാഹിലീങ്ങൾ വിവരയില്ലാത്ത ആളുമാര് ഒരു 10 തിങ്കളെ കിടാവിടെ ചുന്തിട്ട് എങ്ങനെ ജോലികൾ ബൽത്തും പൊത്തുകൂ. എത്ര ജാഗ്രത വയത്തറാറാ. കിടാവിടെ കൽത്തക ബലയില്ലാത്തത് കൊണ്ട് തല ഇങ്ങനായി പോവണ്ട ചൊന്നിട്ടു പെരടിരടിക്കൊരു കൈ കൊടുത്തൊരു കിടാവിടെ എത്ര ചന്തത്തിൽ പൂ കണിക്ക വയത്തറാറാ. അതുപോലെ മയ്യത്തിനെ വയത്തുണ മോനെ. തലഭാഗത്തിലും കാലഭാഗത്തിലും തുണിരെ മുന്നി ബാക്കിയാകടെ മയ്യത്തിനെ പൊറുക്കൊണുകല്ല. അത് മയ്യത്തിനെ വയത്തുണുക ഗ്രിപ്പ് കിട്ടുണുക വേണ്ടി പൊറുക്കൊണുകല്ല. നല്ല വിവരമുള്ള ആളുമാരെ മയ്യത്തിനെ വയത്തിന് കബറുള്ള ബലത്തെ ഭാഗത്ത് ഇങ്ങനെ ചരിപ്പാടിയുടെ കിടത്തുണു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളെ മയ്യത്ത് മറമാടുക വേണ്ടി കബറ് കഴിഞ്ഞപ്പ മഹാന്മാരായ ഇമാമിങ്ങൾ ചൊല്ലുടേ, ഒരു മയ്യത്ത് കട്ടിയിലേക്ക് കുഞ്ചി കൊടുക്കരുത്, ഒരു മയ്യത്തിനെ മറമാടുക കബറുകിലിരുത്, ഒരു മയ്യത്തിനെ മറമാടുമ്പോ മണ്ണ് ഭാരിട്ടിടരുത്. അതെന്തും താന് സ്വറ അല്ല, അതെന്തും മര്യാദ പോണ്ട സ്വറ അല്ല, അതെന്തും ഇസ്സത്ത് കുറയിടകനികത കാര്യ അല്ല. ലോകത്തെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ നേതൃത്വം കൊടുത്ത കനികത കാര്യമാണ്. ആവേശത്തോടു കൂടി ആക്കണു. തന്റെ ഈമാനുള്ള നെത്തിലെ പദവുള്ളേ സംസുലുലമാ ക്രിയാ സമിതിയിലെ SKSFയുടെ ബാലകാരമാർ ഈ ജമാഅത്തിൽ പെട്ട 6 മരണപ്പെട്ടു പോയെങ്കിൽ പോലും ആ മയ്യത്തിനെ പരിപാലിക്കണു നല്ല ഒരു ടീമാവണു. സുബ്ഹാനല്ലാഹ്. പല ജാഗലും മയ്യത്ത് കുളിപ്പാട്ടണുക പോലും തെരിയാത്ത അവസ്ഥയാണ്. എത്ര റായവുണ്ട് സുബ്ഹാനല്ലാഹ്. പേരെന്തുന്നാ ചൊല്ലുല്ല. പല ജാഗലും പല ആൾമാർ ചൊല്ല ഉസ്താദേ 40 വർഷത്തെ മയ്യത്ത് കുളിപ്പാട്ടൊക്കെ തുടങ്ങിയിട്ട്. ചില ആൾമാർ ഉസ്താദെ 30 വർഷത്തിലുണ്ട് നാ മയ്യത്ത് കുളിപ്പാട്ടി ഉണ്ടുള്ള. ചില ആൾമാർ ഉസ്താദെ എന്റെ ബാപ്പ കുളിപ്പാട്ടി ഉണ്ട്, ഇന്ന് ബാപ്പയുടെ മരണത്തിനന്തരം ആ കുളിപ്പാട്ടി ഉണ്ടല്ല. 26 വർഷത്തെ മയ്യത്ത് കുളിപ്പാട്ടൊക്കെ തുടങ്ങിയിട്ട്. സുബ്ഹാനല്ലാഹ്. 40 വർഷം കുളിപ്പാട്ടൊക്കെ തുടങ്ങിയിട്ടായിട്ടും 30 വർഷത്തിലുണ്ട് കുളിപ്പാട്ടോണ്ടുള്ള ഒഴുകും. 26 വർഷത്തിലുണ്ട് മയ്യത്ത് കുളിപ്പാട്ടാണുക പോലും ഒരു മയ്യത്തിലെ ഇസ്ലാമിന്റെ നിയമപ്രകാരം കുളിപ്പാട്ട എങ്ങനെ ചൊന്നിട്ടു തെരില്ല മുസ്ലിമേ. ജാഗലും മയ്യത്ത് കുളിപ്പാട്ടോ തെരിയില്ല. ചൊല്ലുമ്പോ ബേജാറാവടും ചൊല്ലുമ്പോ ചിലപ്പോ ചൊല്ലു അറിയാൽ എന്തിങ്ങനെ ചൊന്ന് ഇത്ര വർഷത്തിന് കുളിപ്പാട്ട് വർഷമായത് കൊണ്ട് കുളിപ്പാട്ടോ തെരിയാറുണ്ട്. വർഷമേ ആവാത്തെ ഒരു മയ്യത്തിനും കുളിപ്പാട്ടാത്ത കനിക്കത്തെ ഒരു മുത്താലിം ഒരിട്ടിക്ക് കുറെ മുത്താലിം ചൊന്തണ്ട് ഒരു മയ്യത്തിര എങ്ങനെ കുളിപ്പാട്ടൊന്നുണ്ട്. അപ്പൊ വർഷമായത് കൊണ്ടിട്ടല്ല പഠിക്കല്. അത് ഇസ്ലാം എങ്ങനെ പഠിപ്പാട്ടിട്ട് അത് പഠിക്കണ ജാഗിൽ പഠിക്കണം. അത് പഠിക്കണായ ജാഗിൽ പഠിക്കണം. ഒരു മയ്യത്തിന് കുളിപ്പാട്ടത്തെ മുത്താലിം ചൊന്തണ്ട് എങ്ങനെ കുളിപ്പാട്ടുണ്ടായി. 40 വർഷത്തിലുണ്ട് കുളിപ്പാട്ട ആൾക്ക് കുളിപ്പാട്ടോ ചിലപ്പോ തരില്ല. ഞാൻ ആക്ഷേപിച്ചല്ല, അങ്ങനെ ആരും വിചാരിച്ചിരണ്ട. ഇത് ഓരോ റായത്തെ ആൾമാർ മയ്യത്ത് കുളിപ്പാട്ടൊക്കെ തെരിയണോ, കഫന് ചെയ്യുക തെരിയണോ, മയ്യത്തിലെ കബറ് ഇലിക്കൊണുക തെരിയണോ. ആ ജാഗ്യത്തിലുള്ള വലിയ ഗൗരവത്തിലും നല്ല ഹൈറായ പലക്കത്തെ മാത്രം പലക്ക പറഞ്ഞോട്ടിക്കണോ. അനാവശ്യ ബന്ധു പോണു തീര, ഗീബത്ത് ബറകു തീര, നമീമത്ത് ബറകു തീര, ചാടി ഫസാദ് നഞ്ചിര പലക്ക കളവ് ഒന്നും ആ ജാഗല ബറകു തീര. വലിയ സൂക്ഷിക്കൊണായ കനിക്കത്തെ ജാഗയാണ്. ഓരോരുത്തരും ആഖിറത്തെ സ്മരിക്കൊണായ കനിക്കത്തെ ജാഗയായിട്ടിക്കരുത്.
അള്ളാന്റെ റസൂലുള്ളാഹി തങ്ങളെ ഒരു സഹോദര മരണപ്പെട്ടു പോയി. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ചൊല്ലൊരു സ്വഹാബി, നബി തങ്ങളെ മുലകുടി ബന്ധം കൊണ്ടിട്ടുള്ള സഹോദരൻ അയാൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. അയാൾ ഇങ്ങനെ മരണപ്പെട്ടു പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഔത്തുക പോയിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുടെ മയ്യത്തിലെ തുണി നീക്കിയിട്ട് അള്ളാന്റെ റസൂല മയ്യത്തിലെ നെറ്റിരെ മുത്തിയിട്ട് അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളാണ് മരിച്ചതെങ്കിൽ നെറ്റിരെ മുത്തല് സുന്നത്തുണ്ട്. പെഞ്ഞായി മരിച്ചെങ്കിൽ മാപ്പിള മരിച്ചെങ്കിൽ പെഞ്ഞായി തൊട മുത്ത അത് സുന്നത്ത. പക്ഷെ ചില ജാഗ്രത സുബ്ഹാനല്ലാഹ് മാപ്പിള മരിച്ചെങ്കിൽ മയ്യത്ത് കുളിപ്പാട്ടിട്ട് ലാസ്റ്റ് കഫന് ചെയ്യുക തയ്യാറാകുമ്പോ എല്ലാ ആൾമാരൊന്ന് നോക്കോ വിട്ടിട്ടാകുമ്പോൾ ചൊല്ലി പെഞ്ഞായി മുട്ട പറയുമ്പോൾ തൊടണ്ട ഒലുവാക്ക് പാട്ടിട്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കേട്ടതാ ചൊല്ല്? പല ജാഗല അങ്ങനെ ചൊല്ലാറ്. പക്ഷെ മയ്യത്തിന്റെ ഒതു മുരില്ലേ പെഞ്ഞായി അല്ല ആറ് ഒരു 100 പെണ്ണിങ്ങ ഒട്ടിക വന്നിട്ട് തൊട്ടെങ്കിലും മയ്യത്തിന്റെ ഒതു മുരില്ല. ഒരു കാരണം കൊണ്ടിട്ട് മയ്യത്തിലെ ഉദു മുരില്ല. മയ്യത്തുക്ക് അങ്ങനത്തെ ഉദുവാണ്. മയ്യത്തെ ഉറക്ക ഉദുവാക്ക് പാട്ടിയെങ്കിൽ ആ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നിട്ട് മൂത്രമോ കാഷ്ടമോ പോലത്തത് വന്നെങ്കിൽ പോലും മയ്യത്തിന്റെ ഉദു ബാത്തിലാവാല. അതങ്ങെല്ലാവരും മനസ്സിലാക്കി വെക്കുന്നു. പല ആൾമാർക്കും അത് ഗൊന്തില്ലാണ്ട് ഈ മയ്യത്തിര മുട്ട പെഞ്ഞായി പറയുമ്പോഴത്തേക്ക് ആണാണെങ്കിൽ മറിച്ചതെങ്കിൽ ആ മയ്യത്തിര മുട്ട പെണ്ണിങ്ങ പറയുമ്പോഴത്തേക്ക് മയ്യത്തിര തൊടകുപിടില്ല. മയ്യത്തിര ഒലുവാക്ക് പാട്ടിട്ട് തൊടണ്ട അല്ലേ? അങ്ങനെ ഒരു സമ്പ്രദായമല്ലേ. മയ്യത്തിലെ ഒതു മുരില്ല 6 തൊട്ടെങ്കിൽ മയ്യത്തിലെ ഭാഗത്തിലെ മയ്യത്തുക്ക് മൂത്ര വന്ന് പോയിട്ട് മൂത്ര പാസ്സായി പോയിട്ട് നബിയായിരിക്കും കഫൻ കഴിഞ്ഞാൽ പിന്നെ കഫനെല്ലാം കഴിഞ്ഞിട്ടായാലും തുണി ചണ്ടി തുറന്നു നോക്കുമ്പോഴത്തേക്ക് മയ്യത്തുക്ക് മൂത്ര പാസ്സായി പോയി. അങ്ങനെ ആയെങ്കിൽ മയ്യത്തിലെ ഒതു മുരില്ല. ബദലെ കുളിപ്പാട്ടൊന്നും ഇല്ല. ആ ജാഗര കൽകിട്ട് ആ മയ്യത്തിലെ കഫന്റെ തുണിയുടെ ശുദ്ധാക്കിയിട്ട് വാപ്പാസ് മറമാടിയെങ്കിൽ പിന്നെ കഫൻ ചെയ്യുന്നെങ്കിൽ മയ്യാവ് ഹൊറത്തു മയ്യത്തിലെ ബദലെ ഒതുവാക്ക് പാട്ടൊന്നും പോലും ഇല്ല. സാന്ദർഭികമായി നാച്ചോന്റെ പിരിസത്തെ ഈമാനുള്ള ആൾമാരെ അഭിഷേകിലെ ശ്രദ്ധിക്കൊണ്ടുള്ളത് അള്ളാന്റെ റസൂലിലെ സഹോദരനാവിടെ കനിക്കത്തെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അയാൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മയ്യത്ത് പരിപാലിക്കപ്പോൾ ചുരുക്കിട്ട് ചൊല്ല അവസാനം ഖബർസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഈ മയ്യത്തിലെ മറമാടുകു ഖബറിലെല്ലാം വെച്ചിട്ട് മണ്ണിട്ടിട്ട് എല്ലാം മൂടിയൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു സ്വഹാബ ഒരു സ്വഹാബിരട്ടിക ചൊല്ലു ഒരു വലിയൊരു കല്ലിടെ കാട്ടിട്ട് ആ കല്ല് കൊണപോറു മയ്യത്തിലെ തലഭാഗത്ത് ഗുർത്തത്തുക്ക് വെയ്ക്കോ മയ്യത്തിലെ തലഭാഗത്ത് ഗുർത്തത്തുക്ക് വെയ്ക്കണ ഒരു കല്ലിടെ കൊണപോറുണ്ട്. ഈ സ്വഹാബി പോയിട്ട് അതിന്റെ വയത്തൊക്കെ നോക്കിട്ട് ചൊല്ലു നബിയെ ആവുല്ല നബിയെ കല്ലുണ്ടാക്കുക ഭയങ്കര ദിന്നമുണ്ടോ. ലോകത്തെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ ആലോചന ഹബീബായ തങ്ങളവിടെ ബാക്കിന്റെ സ്വഹാബികളുടെ ഒരു 2-3 ആൾ പോയിട്ട് വയറ്റുകൊണ്ട് പറവു ചൊന്നല്ല ഒരു സ്വഹാബി നബി അത് വയത്തുക ആവില്ല ചൊല്ലുമ്പോൾ നേരെ അല്ലാഹുവിന്റെ റസൂലെ പോണ്ടു ഹബീബായ തങ്ങളെ ആ ജാഗക പോണ്ടു. എന്നിട്ട് അത് ആ കല്ലുടെ വയത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ കമീസിലെ കൈഡങ്ങനെ വയത്തിറ് കൂടെ ഉള്ള സ്വഹാബി ചൊല്ലെ ഈ ഹദീസ് റിപ്പോർട്ടാക്കിയ സ്വഹാബി ചൊല്ലു റസൂലുള്ളാഹി തങ്ങൾ കമീസിലെ കൈ ഇങ്ങനെ വയത്തുമ്പത്ത് കൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ ഈ ഭാഗ ഈ ററ്റയുടെ ഭാഗ ആ ഭാഗത്തെ ആ പ്രകാശ വെളിച്ചെരുന്നാക്കി ഇപ്പം കണ്ണുക കണ്ടകണിക്കാവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രകാശം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ. അപ്പൊ ആ റസൂലുള്ളാഹി തങ്ങളെ നേരിട്ടിട്ട് ആ കല്ലുടെ വയറ്റിട്ട് ആ കല്ലുടെ പുറത്തോട്ട് വന്നിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുടെ മയ്യത്തിലെ തലഭാഗത്ത് ബൈക്കിട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുడు സ്വഹാബാ തന്റെ സഹോദരനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തന്റെ സഹോദരനായ ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ മയ്യത്ത് മറമാടിയ ജാഗിലാണ് കല്ല് വെച്ചത്. തന്റെ കുടുംബത്തിൽ ആരായെങ്കിലും മരണപ്പെട്ടു പോയേണ്ടി കണ്ടെങ്കിൽ ഇതേ ജാഗില മറമാടുന്നുകൊല്ല അടയാളമാ. അപ്പൊ ലോകത്തെ നേതാവായ അല്ലാഹുവിന്റെ റസൂല് പോലും മയ്യത്ത് പൊറുക്കണു കുണിക്കിട് മയ്യത്തിനെ മറമാടു കുണിക്കിട് മയ്യത്തിനെ മേലെ കല്ല് മുച്ചു വെയ്ക്കണു കബറിന്റെ മേലേക്ക് കല്ല് മൂടണു ഹബീബായ തങ്ങൾ കല്ല് പൊറുക്കിടൂ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളിട്ടിക ചൊല്ലുడు സ്വഹാബാ ഖബറിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കാവൽ തേടുന്നു. ഖബറുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കാവൽ തേടുന്നു. ഓരോ ആളുമാരെ മയ്യത്തിലെ കബറുകൾ വെച്ച സമയത്തില് ആ കബറ് എത്ര മാത്രം അങ്ങനെ ഇടുക്കിടുകൊണ്ടുണ്ട മുസ്ലിമേ. 2 ഭാഗത്തെ നടുറ നല്ല ഗട്ടിര ജോയിന്റ് ഉണ്ടല്ലേ മുള്ളുണ്ടല്ലേ ഈ 2 മുള്ളും ഒരുമിച്ച് കൂടിയ രൂപത്തില് കബറിന്റെ 2 ഭാഗത്തുള്ള മതില് അങ്ങനെ കൂട്ടി പിടിക്കിടേ. ഒരാളും കബർ അങ്ങനെ കൂട്ടി പിടിക്കാണ്ട് വിടാല.
ഹബീബായ തങ്ങൾ ചൊല്ലുടൂ ഒരാളും ഈ ഖബർ അങ്ങനെ ഇടുക്കാണ്ട് ബാക്കി ബൈക്കറുണ്ട് കണ്ടെങ്കില് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്തിൽ ആ സഅദ് റളിയല്ലാഹു അൻഹുയുടെ മരണത്തെ വിഷയത്തെ കേട്ടിട്ട് അല്ലാഹുവിന്റെ സിംഹാസനം പോലും കിടുകിട പറിച്ചു പോയിട്. അത്ര വലിയ സ്ഥാനമാനമുള്ള അത്ര വലിയ പവറുള്ള സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹുയുടെ പോലും മയ്യത്തിലെ ഖബറിൽ വെച്ച സമയത്തിൽ ഖബർ വിടില്ല. സഅദ് റളിയല്ലാഹു അൻഹുയുടെ മയ്യത്തിലെ ഖബറൊന്ന് കൂട്ടി പിടിക്കടേ. രണ്ട് ഭാഗത്തെ മുള്ളുടെ ജോയിന്റ് ആക്കിയിട്ട് പൊടി പൊടിയാവിടെ രൂപത്തില്, അഥവാ ഒരു മനുഷ്യരെ തടി എങ്ങനെ ഞറിഞ്ഞിട്ട് ഇങ്ങനെ പൊടിയാവിടാ ആ രൂപത്തിൽ അനുഭവിക്കുന്ന നൊമ്പലത്തോടുകൂടി കവ്രത ഒരു ആളമാരെ കെട്ടിപ്പിടിക്കണുകൊണ്ടു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളുടെ ചൊല്ലോടു ഇസ്തഈദൂ മിൻ അദാബിൽ ഖബ്രി, ഖബറുടെ അദാബിൽ നിന്ന് അല്ലാഹുവിന്റെ കാവൽ തേടോരു സ്വഹാബ. എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങള് എല്ലാ ദുരന്തത്തിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്ന് കാവൽ കിട്ടുക വേണ്ടി ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളെ മശായിഖീങ്ങളൊക്കെ ഞങ്ങൾ കാവൽ തേടുന്നു. അതിക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ചൊല്ല മഹിതമായ പ്രസ്ഥാനത്തെ കീഴിൽ ആ സമസ്തക്ക് താങ്ങുകൊള്ള കനികത ഒരു പ്രസ്ഥാനമായിട്ട് വെളിഞ്ഞ കനികത്തെ SKSSF ചൊല്ല സംഘടന ഇണ്ട്. ഓരോ മഹല്ലിലും ഓരോ ശാഖയില് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ ബദരീങ്ങളെ പേരുകൊണ്ട് ബദരിയത്തും മജ്ലിസുൻ നൂർ തുടങ്ങുന്ന കാരണ മുസീബത്തിൽ നിന്ന് ഈ ഉമ്മത്തിങ്ങൾക്ക് വലിയ ആശ്വാസ ഭരവസ കിട്ടുക വേണ്ടിയാണ്. എത്ര ക്യാൻസർ രോഗിക മജ്ലിസുൻ നൂറുക പോയി രക്ഷിച്ചത് പറഞ്ഞ കാരണം കൊണ്ടു, എത്ര മാരകമായ രോഗത്തെ അടിമകള്, എത്ര രോഗിക എങ്ങനത്തെ സീക്ക് വന്നാള് മാറി ഉമ്മമാരെ ഗർഭിണിയാവാത്ത കർപ്പുഞ്ചാവാത്ത കിടാവില്ലാത്ത എത്ര സഹോദരിമാർ ആത്മാർത്ഥമായി ഈമാനോടുകൂടി മജ്ലിസുൻ നൂർ മജ്ലിസിൽ രക്ഷിട്ടാമത്തുകു. അതിനെ ബറക്കത്ത് കൊണ്ടിട്ട് അല്ലാഹു ദാമ്പത്യ ജീവനത്തിൽ നല്ല ഖൈറായ മക്കളെ കൊടുത്തുറാ. എത്ര ആളുമാര് എങ്ങനത്തെ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുണ്ടു. ആരാണ് ഈ പരിശുദ്ധമായ മജ്ലിസുൻ നൂർ സമുദായത്തിന് സമർപ്പിച്ചിരുന്നുണ്ട്? ബഹുമാനപ്പെട്ട പാണക്കാട് കൊടപ്പണക്കൽ തറവാട് പൊന്നോമന പുത്രനായ മർഹൂം ഹൈദർ അലി ശിഹാബ് തങ്ങളാ മജ്ലിസുൻ നൂർ സമുദായത്തിന് സമർപ്പിച്ച്. ആരാണ് സമസ്തത്തെ ആലിമീങ്ങൾ കൊണ്ടുണ്ട? അല്ലാഹുടെ പേടിച്ച് സാത്വികരായ അല്ലാഹുടെ ആരിഫീങ്ങൾ ഔലിയാക്കന്മാർ. ഒരൊറ്റ ആലിമിയുടെ ഒരു ചെറിയ ഉദാഹരണം ചൊന്ന എന്റെ വയതിനിപ്പാട്ടിലെ ബഹുമാനപ്പെട്ട മർഹൂം കാളമ്പാടി ഉസ്താദ് സമസ്തത്തിൽ 8 വർഷത്തോളം പ്രസിഡന്റായിട്ട് സേവനം ചെയ്യുന്ന മഹാൻ കാളമ്പാടി ഉസ്താദിന്റെ പേര് കേൾക്കാത്തെങ്കിൽ സമസ്തത്തെ ഗൊന്തുള്ള ആൾമാർ കാളമ്പാടി ഉസ്താദിന്റെ പേര് ഗൊന്തുണ്ടു. ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി സമസ്തത്തെ പ്രസിഡന്റാണ്. ആ കാളമ്പാടി ഉസ്താദ് സാധാരണ എല്ലാവരുടെ ചൊല്ലി നിലകൊന്നുണ്ട മക്കളെ എന്നാ ചൊവ്വാസ മരിക്കുക വേണ്ടി ദൂറക്കോണോ. വലിയ ആലിമാണ്. പട്ടിക്കാട് ജാമിയ നൂരിയത്തിൽ വർഷങ്ങളോളം ഫൈസി പണ്ഡിതന്മാർക്ക് കിതാബ് ചൊന്നു കൊടുക്കുന്ന ആലിമാണ്. സമുദായത്തിൽ ആയിരക്കണക്കിലുള്ള പണ്ഡിതന്മാരെ സമർപ്പിച്ച നേതാവാണ് ബഹുമാനപ്പെട്ട സമസ്തത്തെ പ്രസിഡന്റ്. ആ കാളമ്പാടി ഉസ്താദ് ചൊല്ലേ എന്നാ ചൊവ്വാസ മരിക്കുക ദൂറക്കോണോ. ഞങ്ങൾ നോക്കോറോ ഇത്ര ഈമാനുള്ള ആളും ആശയന്തരെ പടച്ചോനെ ബെല്യാസ ജാവുക ബെല്യാസ പോലെ മരിക്കും. ഒരാള് ബെല്യാസ മരിച്ചില്ല ചൊല്ല വിഷയം കിട്ടിയിട്ടാകുമ്പോൾ ഞങ്ങൾ 6 ചൊല്ലുന്നതിരെ മാഷാല്ല നല്ല മൗത്തു നല്ല മരണ ഇൽമിന്നൊന്നും ഇല്ലാത്തോണ്ട് ബായിൽ പണ്ട് പളക്കതേ മാഷാല്ല നല്ല മൗത്തല്ല നല്ല മരണ ബെല്യാസ 2 മരിച്ചില്ലേ എങ്കിൽ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ചൊല്ല നാ ചൊവ്വാസ മരിക്കുക പറക്കണോ. കാളമ്പാടി ഉസ്താദ് വലിയ സൂക്ഷ്മത കാണിച്ച കനിക്കത്തെ മഹാനാണ്. കാളമ്പാടി ഉസ്താദിന്റെ ശിഷ്യന്മാർ കേട്ടാർ ഉസ്താദ് എന്ത് ചൊവ്വാസ മരിക്കുക ചൊല്ലേ. ഈ ചൊവ്വാസ ചൊല്ലെ 4 ഞങ്ങൾ വെറും ബെടക്കായിട്ട് കണ്ടല്ലേ. ഒരു കിടാവിടെ കജമ്പെടുക്കൊണ്ടായ മുടിയെടുക്കൊണ്ടായ പെത്തിട്ട് 7ാമത്തെ നാൾ അത് പെരത് മഗ്രിബുക്ക് മുന്നലായെങ്കിൽ ഉദാഹരണക്ക് ഇണ്ട് ചൊവ്വാസ അല്ലേ തിങ്കളാസ ഈ തിങ്കളാസ 2 മഗ്രിബുടെ മുന്നൽ പെത്തെങ്കിൽ തിങ്കളാസ 2 ഒരു നാളായിട്ട് കണക്കാക്കട്ടെ. പെറ്റത് 1 തിങ്കളാസ 1 ചൊവ്വാസ 2 ബുധനാസ 3 ബാലാസ
വ്യാഴാഴ്ച 4, വെള്ളിയാഴ്ച 5, ശനിയാഴ്ച 6, ഞായറാഴ്ച 7. 7 മുടിയെടുക്കണം ഞായറാഴ്ച. തിങ്കളാഴ്ച മഗ്‌രിബിൽ പിന്നെ പെത്തെങ്കിൽ അത് തിങ്കളാഴ്ച മോന്തികായെങ്കിലും തിങ്കളാഴ്ചയുടെ കണക്കല്ല, ചൊവ്വാഴ്ചയുടെ കണക്ക്. മഗ്‌രിബിയുടെ നന്തര പെത്തെങ്കിൽ ചൊവ്വാഴ്ചയുടെ കണക്ക്. ചൊവ്വാഴ്ച 1, ബുധനാഴ്ച 2, വ്യാഴാഴ്ച 3, വെള്ളിയാഴ്ച 4, ശനിയാഴ്ച 5, ഞായറാഴ്ച 6, തിങ്കളാഴ്ച 7. അങ്ങനെ കണക്ക്. അപ്പൊ ഒരാളെ മീത്ത് പൊതനാശ പെത്തേന്റെ പേരിക്കൊരു 7ാമത്തെ നാൾ ചൊവ്വാഴ്ച. അപ്പൊ പല ആൾമാർക്കും ചൊവ്വാഴ്ച എല്ലിന്റെ കജമ്പെടുക്കാമ, മുടിയെടുക്കാമ, പള്ളിയിൽ ഉസ്താട്ടൊന്ന് കേട്ട് പോറുണ്ട്. ആണികളെ കടത്തി ആണികളാത്ത റെഡിയല്ലേ, പെണ്ണികന്തിര ചൊന്നെങ്കാക്കുക റെഡി. കാരണം ഇപ്പൊ കാണ്ടില്ല കുറെ ആണികൾ ചീട്ടെടുത്തോണ്ട് പള്ളി കോടി വേണ്ടി പേര് വെക്കും ഉസ്താദ്. ഒരു 10 പേരെഴുതി തന്നറാണ്. ഇതിന്റെ അർത്ഥം ഒന്ന് ചൊല്ലാറാണ്. പണ്ടുള്ളൊരു നല്ല പേര് ഒരു ആലിമിരൊട്ടിക്ക് വന്ന് കേൾക്കൽ ഉസ്താദ് എൻ്റെ പെഞ്ഞായി ഇപ്പം എത്ര ആളൊരു പേര് ചൊല്ലു. അപ്പോൾ ഉസ്താദ് നല്ലൊരു പേര് ചൊല്ലു. അങ്ങനെ പോയിട്ട് ആ പേര് വെക്കില്ല, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഉണ്ട് അങ്ങനെയുള്ള ഒരു 5-6 പേരെഴുതിയിട്ട് പെണ്ണ് കടത്തിയില്ല മാപ്പിളൊട്ടിക്ക് ഇതില്ലേ പോയിട്ട് കേട്ട് പറയും. മാപ്പിളക്ക് പുരുഷത്തില്ല ചൊല്ലുകില്ലോ വച്ചിട്ട് സ്വറപൊട്ടിട്ട് കല്ല് പുറത്ത് വന്നെങ്കിൽ ഓടി പണ്ട് പെഞ്ഞായി കടത്തിട്ട് പേടിച്ചിട്ട് പോയില്ല കൊന്തില്ല. അപ്പോൾ ഈ ചീട്ട് കൂടെ വന്ന് ഉസ്താദ് കാട്ടുമ്പോൾ ഉസ്താദ് നോക്കി ഇത് ഏത് ബാവ ക്രിസ്ത്യൻ്റെ പേരാ, ഇത് എന്തിൻ്റെ പേര് ഒന്നും കുർത്ത കിട്ടില്ല. അറബിയുടെ ഡിക്ഷണറി തേടുമ്പോൾ കിതാബ് നോക്കുമ്പോൾ തേതുള്ളും കാണില്ല. നോക്കുമ്പോൾ ഇത് ഫാരിസി പദ, ചിലത് ഉറുദു പദ, ചിലത് ലാറ്റിൻ പദ. ഇതെല്ലാം നെറ്റിൽ നോക്കിയിട്ട് തേടിട്ടെടുത്തത്. അതിൽ അവിടെ അർത്ഥയ്ക്കില്ല. എന്ത് ഉസ്താദുമാരൊക്കെ ഇടങ്ങിയിരാക്കണം അർത്ഥം കേട്ടിട്ട്. ആ പേരെടുത്തേക്ക് എനിക്ക് നെറ്റിൽ അവിടെ അതിൽ അർത്ഥയിക്കിട്. ആ പേരാവുണ്ട് കണ്ടെങ്കിൽ അർത്ഥം നോക്കി വെച്ച് വിടരപ്പറ മക്ക നല്ല അവിടെ ബെടക്കവിടെ പിന്നത്തെ വിഷയം. പല ആൾമാരെ മക്ക ബെടക്കാവണകുള്ള ഒരു കാരണം ഇതാണ്. അള്ളാന്റെ റസൂൽ പടിപാട്ട് ഒരു കിടാവ് നല്ലവണകു വേണ്ടിയിട്ട് അബ്ബാക്കുണ്ടായ ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽപ്പെട്ട ഒരു ബാധ്യതയാണ് ഒരു കിടാവ് നല്ല പേരിടുന്നോ ചൊല്ലേത്. നല്ല പേര് കൊണ്ട് അള്ളാഹു മക്കളുടെ സ്വഭാവത്തെ നല്ലാക്കട. പല ആൾമാർക്കും അള്ളാഹു പുതിയ പുതിയ സ്വഭാവം സുബ്ഹാനല്ലാഹ് ഓരോ ബാപ്പമാർ ചൊല്ലുമ്പോൾ ബേജാറോട് ഓരോ മക്കളുടെ സ്വഭാവത്തെ അള്ളാഹുടെ റസൂൽ ചൊല്ലേ മക്ക ബെടക്കാമണ ഒരു കാരണം മക്കൾക്ക് മോശമായ പേരായിട്ട് കിട. പക്ഷെ ഞങ്ങ പേരിച്ചിരുന്നില്ല ഉസ്താദെ ഉള്ളതിൽ നല്ല ചന്തത്തെ പേര്, നല്ല ഡിസൈൻ്റെ പേര്, ആർക്കും ഇല്ലാത്ത കനക്കത്തെ പേര്. എല്ലാ ഉമ്മമാരെ ബാപ്പമാരെ ആശേന്ദ്ര കൊന്തുണ്ട് കുടുംബത്തിൽ നെരൽ ആ റായത്തിൽ ആർക്കും ഇല്ലാത്ത കനക്കത്തെ പേരാവണോ. അതുകൊണ്ട് ഈ മക്കൾക്ക് എന്താ ഇത് ദുനിയാവിൽ ഒരാൾക്കും ഇല്ലാത്ത കനക്കത്തെ ബെടക്ക് സ്വഭാവം ബലിയാമ്പത്ത്. ഞങ്ങൾ വലിയ ആലോചന ആക്കുന്ന വിഷയ. നിങ്ങൾ നോക്കോടെ പള്ളിയിൽ ഹദ്ദാദരാത്തീബാമ്പത്ത് ഇമാം ജമാഅത്താക്കുമ്പോൾ ആരല്ലുള്ളാറ് അള്ളാഹുടെ പള്ളിയിൽ നിസ്കരിക്കണകുള്ള ആൾമാർ എല്ലാം അബ്ദുള്ള അബ്ദുറഹ്മാനാക്ക, അല്ലെങ്കിൽ ഇബ്രാഹിയാക്ക, അല്ലെങ്കിൽ മൂസാക്ക, അല്ലെങ്കിൽ മുഹമ്മദാക്ക, അല്ലേ, അല്ലെങ്കിൽ ഉമറാക്ക, അല്ലെങ്കിൽ ഉസ്മാനാക്ക. ഇങ്ങനത്തെ ആൾമാർ പള്ളിയിലുള്ളേ. ഈ പുതിയ പുതിയ പേരിലെ മക്കളോടുണ്ട്. പെഡ്ലൈറ്റിലുണ്ട്, സൂപ്പർ 6 മാച്ചിലുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു മോത്തിലുണ്ട്. വേണ്ടാത്ത കനിക്കത്തെ പ്രവൃത്തി നടക്കുന്ന കനിക്കത്തെ ജാഗിലുണ്ട്. എന്തേ ഒരു കാരണം മക്ക ബെടക്കാവണകില്ല. ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം അള്ളാഹുടെ റസൂൽ ചൊല്ലുടെ നല്ലതല്ലാത്ത മോശമായ പേര് വെച്ചതുകൊണ്ടാ നിന്റെ ഈമാനുള്ളങ്ങളാ നാ ചൊന്നോട്ട് വന്നേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാടിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ അളവടിച്ചുകൊള്ള ശ്രമം നടത്തുന്നു. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ചൊവ്വാസ മരിക്കണക്ക് വേണ്ടി തുറക്കണക്ക് ചൊല്ലുമ്പോ പല ശിഷ്യന്മാർ കേക്കട്ടെ ഉസ്താദെ എന്റെ ചൊവ്വാസ മരിക്കണോ, ബലിയാസ മരിക്കണകല്ല ഈമാനുള്ള ഒരാളെ ആശാക്കടേ. ഒരാള് ബലിയാസ ജാവ ബലിയാസ പോലാ മരണപ്പെട്ടു പോയേണ്ട കണ്ടെങ്കിൽ ഖബറുടെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടായി പോയിട്ട് ഖിയാമത്ത് നാൾ വരേക്കും പിന്നെ ഖബറുള്ള അദാബില്ല. ഒരാള് ബലിയാസ ജാവുക ബലിയാസ പോളുക മീത്ത മരണപ്പെട്ടു പോയേണ്ട കണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരേക്കും ഖബറുള്ള അദാബ് അല്ല കൊടുക്കാലാണ്ട് നബി തങ്ങൾ പടിപാട്ടിര്. അതുകൊണ്ട് ഏത് സദസ്സിലും ഞങ്ങൾ തുറക്കുമ്പോ ചൊല്ലെ പടച്ചോട് ഞങ്ങളെ ഈമാനോടുകൂടി ബലിയാസ ജാവുക മരിക്കടവൻക്കെത്തെ ഒരു നല്ല ഭാഗ്യത്തെ താ അല്ലാ. ആ കാളമ്പാടി ഉസ്താദ് സമുദായത്തിൽ 1000 കണക്കിലുള്ള ആലിമീങ്ങളെ സമർപ്പിച്ച കാളമ്പാടി ഉസ്താദ് ചൊവ്വാസ മരിക്കണക്ക് വേണ്ടി തുറക്കണക്ക് ചൊല്ലുമ്പോ ശിഷ്യന്മാർ എന്ത് ഉസ്താദ് ചൊവ്വാസ മരിക്കണുണ്ട് കേൾക്കുമ്പോ കാളമ്പാടി ഉസ്താദ് ചൊല്ലോടു മക്കളെ നാമീത്ത് ചൊവ്വാസ മറിച്ചേണ്ട് കണ്ടെങ്കില് പാണക്കാട് എല്ലാ തങ്ങന്മാർ നിന്റെ മയ്യത്ത് നിസ്കാരത്തേക്ക് കിട്ടുവാറല്ലേ.
പാണക്കാട് തങ്ങന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നെറ്റിലെ പദവുരെ ഓരോ മുസ്ലിമീങ്ങൾക്ക് ഗൊന്താവണക്ക് വേണ്ടി നാണ് ചൊല്ലുടെ. പാണക്കാട് എല്ലാ തങ്ങന്മാര് പല ജാഗക്കും ദേശ വിദേശത്തേക്ക് പല ഫംഗ്ഷനുക്കും പരിപാടിക്ക് പോണ്ട ആളുമാരാണ്. പക്ഷേ ചൊവ്വാസ രണ്ട് ഒരേ ഒരു തങ്ങന്മാർ ഒരേ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കില്ല. പല കാലം മുതൽക്ക് പാണക്കാട് തങ്ങന്മാരെ ഒരു പ്രത്യേകതയാണ്. ആറ് പാണക്കാട് തങ്ങളെ കാണുക പോണ്ടെങ്കിലും ചൊവ്വാസ രണ്ട് പോയെങ്കിൽ പാണക്കാട് തങ്ങന്മാർ കാണുക കിട്ടാറ്. അതുകൊണ്ടാണ് കാളമ്പാടി ഉസ്താദ് ചൊല്ലെ ചൊവ്വാസ മീത്തനാണ് മരണപ്പെട്ടു പോയെങ്കിൽ പാണക്കാട് തങ്ങന്മാരെ നന്റെ മയ്യത്ത് നിസ്കരിക്കണക്ക് പറവാറല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ആരിഫായ വലിയായ കാളമ്പാടി ഉസ്താദ് വഫാത്ത് അവിടെ ഇപ്പൊ കൊണ്ടുണ്ടാ ഒരു ചൊവ്വാസ നട്ടുച്ചക്ക് ഒരു ഗണ്ടകാണ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ ജനാസ കുളിപ്പാടി കഫന ചെയ്തിട്ട് പട്ടിക്കാട് ജാമിയ നൂറിയ കോളേജിലെ ക്യാമ്പസിൽ കൊണ്ടുവന്ന് വീക്കുമ്പോ ഒന്നാമത്തെ മയ്യത്തെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കരുത് ബഹുമാനപ്പെട്ട പാണക്കാട് കൊടപ്പണക്കല തറവാട് ആറ്റപ്പൂച്ചു എന്നറിയപ്പെട്ട ഗണികത്തെ മർഹൂം ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ആയിരക്കണക്കിനുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും മാമൂമായിട്ട് പട്ടിക്കാട് ജാമിയ നൂറിയ കോളേജിലെ ഗ്രൗണ്ടിൽ ഒന്നാമത്തെ മയ്യത്ത് നിസ്കാരം നടക്കിട്. കാളമ്പാടി ഉസ്താദ് ആശാക്കിയതുപോലെ അല്ല പൂർത്തിയാക്കി കൊടുത്ത